سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن سيدنا محمدًا عبده ورسوله المبعوث إلى الأسود والأحمر المنعوت بشرح الصدر ورفع الذكر وصلى الله عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد صدق الله العظيم وصدق رسوله النبي الأمين عليه وعلى آله وأصحابه أفضل الصلاة وأزكى التسليم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اللهم اجعل نصيحتي نصيحة مؤثرة في قلبي وفي قلوب الناس أجمعين. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ദീൻ പഠിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയ നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സാലിഹായ അമലായി കബൂലാക്കുമാറാകട്ടെ. നാളെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ ദീൻ പഠിച്ച ആളുകൾക്ക് അല്ലാഹു പ്രതിഫലം നൽകുന്ന കൂട്ടത്തിൽ നമുക്കും അല്ലാഹുവിന്റെ പ്രതിഫലം ലഭിക്കാൻ ഈ സംഗമം, ഈ സദസ്സ് അല്ലാഹു സുബ്ഹാനഹു വ തആല കാരണമാക്കട്ടെ. ഇവിടെ നമ്മൾ കഴിഞ്ഞ ആഴ്ച വിശുദ്ധ ഖുർആനിനെ കുറിച്ച് പറഞ്ഞു. ഹുദല്ലിൽ മുത്തഖീൻ, ഖുർആൻ തഖ്വയുള്ള ആളുകൾക്ക്, മുത്തഖീങ്ങളായ ആളുകൾക്ക് മാർഗദർശനം നൽകാൻ വേണ്ടി വന്ന ഗ്രന്ഥമാണെന്നും എന്താണ് തഖ്വ എന്നും തഖ്വയുടെ 4 വശങ്ങളെക്കുറിച്ചും നാം ചർച്ച ചെയ്തു. അതിൽ നാം ആദ്യം പറഞ്ഞത് തഖ്വയുടെ 1-ാമത്തെ ഭാഗം അള്ളാഹുവിനോടുള്ള കടമകൾ പൂർത്തിയാക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിനോടുള്ള കടമകളിൽ 1-ാമത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് അൽ ഈമാനു അൻ തുഅ്മിന ബില്ലാഹ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് സഹാബാക്കൾ നബി തങ്ങളുടെ ചുറ്റിനും കൂടി മസ്ജിദുൻ നബവിയിൽ ഒരു സന്ദർഭത്തിൽ ഇരിക്കുകയാണ്. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ബൈനമാ നഹ്നു ജുലൂസുൻ ഇൻദ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ ഒരു സന്ദർഭത്തിൽ നബി തങ്ങളുടെ ചുറ്റിനും ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഈ സമയത്ത് ഇത്തലഅ അലൈനാ റജുലുൻ, ഒരു മനുഷ്യൻ ഞങ്ങളുടെ അടുക്കലേക്ക് കടന്നു വന്നു. അള്ളാന്റെ റസൂലിന്റെ സദസ്സിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരികയാണ്. ശദീദു ബയാദി സിയാബ്, ആ മനുഷ്യന്റെ വസ്ത്രത്തിന്റെ വെളുപ്പ്, നല്ല വെള്ള നിറമുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ നബി തങ്ങളുടെ സദസ്സിലേക്ക് കടന്നു വരികയാണ്. വശദീദു സവാദി ശഅർ, ആ മനുഷ്യന്റെ മുടിയുടെ കറുപ്പ്, നല്ല രീതിയിൽ കറുത്തിരിക്കുന്ന കറുത്ത മുടിയും വെളുത്ത വസ്ത്രവുമായിട്ട് ഒരു മനുഷ്യൻ നബി തങ്ങളുടെ മജ്ലിസിലേക്ക് കടന്നു വരികയാണ്. സഹാബി പറയുകയാണ്, ഹത്താ ജലസ ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഅസ്നദ റുക്ബതൈഹി ഇലാ റുക്ബതൈ വവളഅ കഫൈഹി അലാ ഫഖിദൈ. ഈ മനുഷ്യൻ നബി തങ്ങളുടെ സദസ്സിലേക്ക് കടന്നു വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നിരുന്നിട്ട് ഈ മനുഷ്യൻ തന്റെ മുട്ടിനെ നബി തങ്ങളുടെ മുട്ടിനോട് ചേർത്ത് വെക്കുകയും തന്റെ 2 കൈകളും മുട്ടിന്മേൽ വെച്ച് അതവോടുകൂടി അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്നിരുന്നു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, വലാ യഅരിഫുഹു മിന്നാ അഹദുൻ, ആ മനുഷ്യൻ മദീനക്കാരനല്ല. കാരണം മദീനയിലുള്ള ഞങ്ങൾ ആരും ഇതേവരെ ആ മനുഷ്യനെ കണ്ടിട്ടില്ല, ഞങ്ങൾക്കൊരു പരിചയം പോലും ഇല്ലാത്ത മനുഷ്യനാണ്. മാത്രമല്ല ഈ മനുഷ്യൻ മദീനക്കാരനല്ല എങ്കിൽ
പരദേശിയാണ്, ഏതെങ്കിലും നാട്ടിൽ നിന്ന് യാത്ര ചെയ്തു വന്ന മനുഷ്യനാകണം. പക്ഷേ ആ മനുഷ്യനിൽ യാത്രയുടെ ഒരു അടയാളവും കാണുന്നില്ല. വസ്ത്രത്തിന് വല്ലാത്ത വെളുപ്പാണ്, മുടിയൊക്കെ കറുത്ത് നിൽക്കുകയാണ്. മദീനക്കാരനല്ല, കാരണം സഹാബക്കൾക്കാർക്കും ഈ മനുഷ്യനെ പരിചയമില്ല. ഇനി മദീനക്കാരനല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നാട്ടിൽ നിന്ന് യാത്ര ചെയ്ത് മദീനയിലേക്ക് വന്ന വിദേശിയായിരിക്കണം. പക്ഷെ അദ്ദേഹത്തിന്റെ വസ്ത്രം നല്ല വെളുത്തിരിക്കുന്നു, മുടിയൊന്നും പാറി പറന്നിട്ടില്ല, ശരീരത്തിൽ ഒരഴുക്കുമില്ല, യാത്രയുടെ ഒരു അടയാളവും ആ മനുഷ്യനിൽ കാണുന്നില്ല. ഈ മനുഷ്യൻ വന്നിട്ട് നബി തങ്ങളുടെ മുന്നിലിരുന്നിട്ട് ചോദിച്ചു, യാ മുഹമ്മദ് അഖ്ബിർനി അനിൽ ഈമാൻ. ഏ മുഹമ്മദേ, ഈമാൻ എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരിക, ഈമാൻ എന്താണെന്ന് അറിയിച്ചു തരിക. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, തഖ്വയുടെ ഒന്നാമത്തെ ഭാഗം അള്ളാഹുവിനോടുള്ള കടമകൾ പൂർത്തിയാക്കലാണ്. അള്ളാഹുവിനോടുള്ള ആദ്യത്തെ കടമ നബി തങ്ങൾ പറയുകയാണ്, അൽ ഈമാനു അൻ തുഅ്മിന ബില്ലാഹ്. ആദ്യത്തെ കടമ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കലാണ്. ഈമാനിന്റെ അള്ളാഹുവിനോടുള്ള ഹക്കുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഏറ്റവും ആദ്യമായിട്ട് ഒരു മുസ്ലിം നിർവഹിക്കേണ്ടത് അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കലാണ്. അള്ളാഹിനെ കൊണ്ട് എങ്ങനെ വിശ്വസിക്കണം? ആരാണ് അള്ളാഹു? എന്താണ് അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ? എന്താണ് അള്ളാഹുവിന്റെ ഗുണങ്ങൾ? അള്ളാഹുവിന്റെ സിഫത്തുകൾ എന്തൊക്കെയാണ്? ഇതൊക്കെ പഠിക്കണം. ഇത് പഠിക്കാതെ അള്ളാഹുവിനെ കൊണ്ടുള്ള വിശ്വാസം പൂർണ്ണമാവുകയില്ല. ഓരോ മുഅ്മിനും ആദ്യം പഠിക്കേണ്ടത് അള്ളാഹുവിനെ കുറിച്ചാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ജനിക്കുന്ന സന്ദർഭത്തിൽ, ഈ ഭൂമിയുടെ മുകളിലേക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പ്രസവിക്കപ്പെടുന്ന സന്ദർഭത്തിൽ ആദ്യമായിട്ട് അവന്റെ ചെവിയിൽ അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കണം. അവൻ ആദ്യം കേൾക്കേണ്ടത് അള്ളാഹുവിന്റെ നാമമാണ്. ലഖിനു അലാ മൗതാകും ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ലോകത്ത് നിന്ന് നിങ്ങളുടെ ബന്ധുക്കൾ, നിങ്ങളുടെ ആളുകൾ മരണപ്പെട്ടു പോകുന്ന സന്ദർഭത്തിൽ അവർക്കും നിങ്ങൾ അള്ളാഹനെ പരിചയപ്പെടുത്തി കൊടുക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കണം. കാരണം ഓരോ മനുഷ്യനും ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ അവസാനമായി അവന്റെ ചെവിയിലും കേൾക്കേണ്ടത് അള്ളാഹനെ കുറിച്ചാണ്. ഈ രണ്ട് ഹദീസും നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ മുഴുവനും അവന്റെ സമസ്ത മേഖലകളിലും അള്ളാഹനെ അവൻ പരിചയപ്പെട്ടിരിക്കണം. അള്ളാഹു അവനെ കാണുന്നുണ്ട്, അള്ളാഹുവിനെ പേടിച്ചാണ് ജീവിക്കേണ്ടത്, അവൻ അള്ളാഹുവിന്റെ അടിമയാണെന്നുള്ള ചിന്ത ഓരോ മനുഷ്യന്റെയും ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും വേണം. ഇതാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. ഇതാണ് നബി തങ്ങൾ ഈ രണ്ട് ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. ജനിക്കുന്ന സന്ദർഭത്തിൽ ആദ്യമായിട്ട് കുഞ്ഞിന്റെ ചെവിയിലേക്ക് പറയേണ്ടത് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് ഏറ്റവും വലുത്, ബാക്കിയെല്ലാം അള്ളാഹുവിന്റെ താഴെയാണെന്നുള്ള തൗഹീദിന്റെ മന്ത്രമായിരിക്കണം ഓരോ കുഞ്ഞിന്റെയും ചെവിയിലേക്ക് ആദ്യമായി പ്രവേശിക്കേണ്ടത്. അവസാനമായിട്ടും ഓരോ മനുഷ്യനും പഠിക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹ് അല്ലാതെ ഈ ലോകത്ത് വേറെ ഒരു സൃഷ്ടാവുമില്ല, വേറെ ഒരു ഇലാഹുമില്ല, വേറെ ഒരു ദൈവവുമില്ല എന്ന യാഥാർത്ഥ്യമായിരിക്കണം ഓരോ മുഅ്മിനും പഠിക്കേണ്ടത്, അവസാനമായിട്ട് അവൻ കേൾക്കേണ്ടത്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഏതെങ്കിലും ഒരു മനുഷ്യൻ അവന്റെ ഈ ദുനിയാവിൽ നിന്ന് അവൻ വിട പറയുന്ന സന്ദർഭത്തിൽ മരണത്തിന്റെ മുന്നേ അവൻ പറയുന്ന അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണെങ്കിൽ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു. ഫഖദ് ഫാസ ഫൗസൻ അളീമ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയിൽ വിശ്വസിച്ചുകൊണ്ട്, ആ കലിമ ചൊല്ലിക്കൊണ്ട് ഒരു മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് വഫാത്തായാൽ അവൻ സ്വർഗവാസിയാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് അതിന്റെ പേരിലാണ്. അതുകൊണ്ട് നമ്മൾ പഠിക്കേണ്ടത് ആദ്യം ഇതാണ്, അള്ളാഹിനെ കുറിച്ച് പഠിക്കണം, അള്ളാഹിനെ മനസ്സിലാക്കണം. അള്ളാഹ് ആരാണ്, അള്ളാഹുടെ സിഫത്തുകൾ എന്തൊക്കെയാണ്, അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്, അള്ളാഹു തന്ന അനുഗ്രഹങ്ങളോട് ഏത് രീതിയിൽ പെരുമാറണം, അള്ളാഹിനോട് ധിക്കാരം കാണിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക, ഇതൊക്കെ ഓരോ മുസ്ലിമും ആദ്യം പഠിക്കേണ്ട കാര്യമാണ്. ഇത് പഠിക്കാത്തവൻ മുസ്ലിം ആവൂല, അള്ളാഹിനെ അറിയാത്തവൻ മുസ്ലിം ആവൂല. അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് പഠിക്കണം. അള്ളാഹു നമ്മളെ ഈ ലോകത്ത് വെറുതെ ഇങ്ങനെ സൃഷ്ടിച്ചു വിട്ടതല്ല. അള്ളാഹ് ഖുർആനിൽ ചോദിക്കുന്നുണ്ട്, അഫ ഹസിബതും അന്നമാ ഖലഖനാകും അബസ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ.
എനിക്ക് വേറെ ജോലിയൊന്നും ഇല്ലാത്തതിന്റെ പേരിൽ ഞാൻ നിങ്ങളെ ഈ ഭൂമിയിലേക്ക് വെറുതെ പടച്ചു വിട്ടതാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, എൻ്റെ അടുക്കലേക്ക് നിങ്ങളെ മടക്കപ്പെടുകയില്ല എന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, കുന്തു കൻസൻ മഖ്ബിയ, ഞാനൊരു മറക്കപ്പെട്ട നിധിയായിരുന്നു, പക്ഷേ ഞാൻ അറിയപ്പെടാൻ ഞാൻ ആഗ്രഹിച്ചു. ഫഖലഖ്തുൽ ഖലായിക, അങ്ങനെ ഈ ലോകത്തെ മുഴുവനും സൃഷ്ടികളെയും മനുഷ്യരെയും മലക്കുകളെയും ജിന്നുകളെയും ഈ ലോകത്തിന്റെ മുഴുവൻ സംവിധാനങ്ങളെയും ഞാൻ സൃഷ്ടിച്ചു, ഞാൻ അറിയപ്പെടാൻ വേണ്ടി. അതുകൊണ്ട് നമ്മളൊക്കെ ഈ ലോകത്തേക്ക് വന്നതിന്റെ പ്രഥമമായ ലക്ഷ്യം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യലല്ല, അള്ളാഹുവിനെ അറിയലും അള്ളാഹുവിനെ ആരാധിക്കലുമാണ്. ആദ്യം അള്ളാഹുവിനെ അറിയണം, പിന്നെ അള്ളാഹുവിനെ ആരാധിക്കണം. അതുകൊണ്ട് അള്ളാഹ് ആരാണെന്ന് പഠിക്കണം. പഠിച്ചില്ല എങ്കിൽ നമ്മുടെ വിശ്വാസം ശരിയാവുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് മക്കയിലെ മുശ്രിക്കീങ്ങൾ വന്നിട്ട് നബി തങ്ങളോട് പറഞ്ഞു, യാ മുഹമ്മദ് സിഫ് ലനാ റബ്ബക്, ഏ മുഹമ്മദേ, നിന്റെ റബ്ബിനെ കുറിച്ച്, നീ പരിചയപ്പെടുത്തുന്ന അള്ളാഹുവിനെ കുറിച്ച്, നീ മക്കക്കാരുടെ ഇടയിൽ പ്രചരിപ്പിക്കുന്ന അള്ളാഹിനെ കുറിച്ച് ഞങ്ങൾക്കൊന്ന് വിവരിച്ചു തരണം. ഉടനെ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് നബി തങ്ങൾക്ക് ഓതി കേൾപ്പിക്കുകയാണ്, ഖുൽ ഹുവല്ലാഹു അഹദ്, നബിയെ അങ്ങ് പറഞ്ഞു കൊടുക്കണം, അള്ളാഹനെ പരിചയപ്പെടാൻ വന്ന, എന്നെ കുറിച്ച് അറിയാൻ വന്ന എൻ്റെ അടിമകളായ മക്കയിലെ മുശ്രിക്കീങ്ങളോടും ലോകത്ത് വരുന്ന മുഴുവൻ മനുഷ്യരോടും അങ്ങ് ഓതി കേൾപ്പിക്കണം, ഹുവല്ലാഹു അഹദ്, അള്ളാഹു ഏകനാണ്, അള്ളാഹു ഏകനാണ്, സൃഷ്ടിപ്പിലും അള്ളാഹു ഏകനാണ്, ആരാധനയിലും അള്ളാഹു ഏകനാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ. ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചതും പരിപാലിക്കുന്നതും അള്ളാഹുവാണ്, അവനെ മാത്രമാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അള്ളാഹനെ പരിചയപ്പെടാൻ വന്ന മക്കയിലെ മുശ്രിക്കീങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓതി കൊടുക്കാൻ നബി തങ്ങളോട് പറയുന്നു, ഹുവല്ലാഹു അഹദ്, അള്ളാഹു ഏകനാണ്, അള്ളാഹു അല്ലാത്ത ഒരു സൃഷ്ടാവില്ല, അള്ളാഹു അല്ലാത്ത ഒരു രക്ഷിതാവ് ഈ ലോകത്തില്ല. റബ്ബ് അല്ലാഹ് മാത്രമാണ്. എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചത് അല്ലാഹയാണ്, എന്നെയും നിങ്ങളെയും പരിപാലിക്കുന്നത് അല്ലാഹുവാണ്. ആകാശങ്ങളെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്, ഭൂമിയും അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ ഭാഗമാണ്. നക്ഷത്രങ്ങളും ചന്ദ്രനും സൂര്യനും ഗോളങ്ങളും ഇതെല്ലാം അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ ആളുകളെയും വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, യാ അയ്യുഹന്നാസ് ളുരിബ മസലുൻ ഫസ്തമിഊ ലഹ്, മുഴുവൻ ആളുകളെയും അല്ല വിളിച്ചിട്ട് ചോദിക്കുന്നു, അല്ല ജനങ്ങളെ, ളുരിബ മസലുൻ ഫസ്തമിഊ ലഹ്, ഞാൻ നിങ്ങളോടൊരു ഉദാഹരണം പറഞ്ഞു തരാം, ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ, ഒന്ന് ചെവി കൊടുക്കണേ. ഞാൻ പറയുന്ന ഉദാഹരണം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടിട്ട് നിങ്ങളൊന്ന് ചിന്തിക്കണേ എന്ന് അല്ല ചോദിക്കുന്നുണ്ട് ഖുർആനിൽ. സൂറത്ത് ഹജ്ജിന്റെ അവസാന ഭാഗത്ത് എന്താണ് ഉദാഹരണം? അല്ല പറയുകയാണ്, ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി ലൻ യഖ്ലുഖൂ ദുബാബൻ വലൗ ഇജ്തമഊ ല, അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ച് ആരാധിക്കുന്ന മുഴുവൻ വസ്തുക്കളും, നിങ്ങൾ ആരാധനകൾ അർപ്പിക്കുന്ന മുഴുവൻ മൂർത്തികളും മുഴുവൻ വസ്തുക്കളും മുഴുവൻ സൃഷ്ടികളെയും നിങ്ങൾ വിളിച്ചു കൂട്ടിയാലും ശരി, ലൻ യഖ്ലുഖൂ ദുബാബൻ വലൗ ഇജ്തമഊ ല, ലോകത്ത് അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന ഏതെല്ലാം ശക്തികളുണ്ടോ ആ ശക്തികളെ മുഴുവൻ ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു ഈച്ചയെ സൃഷ്ടിക്കാൻ ശ്രമിച്ചാൽ പോലും നിങ്ങളെ കൊണ്ട് സാധിക്കുകയില്ല. അല്ലാഹു ഖുർആനിൽ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, മുഴുവൻ ആളുകളെയും വിളിച്ചിട്ട് ചോദിക്കുന്നു, എന്നെ കൂടാതെ നിങ്ങൾ ആരാധിക്കുന്ന മുഴുവൻ വസ്തുക്കളെയും നിങ്ങൾ സഹായത്തിന് വിളിച്ചുകൊള്ളുക, നിങ്ങൾ സഹായികളായിട്ട് നിർത്തിക്കൊള്ളുക. എതിർവശത്ത് അള്ളാഹു ഒറ്റയ്ക്ക്, അള്ളാഹുവിനെതിരായിട്ട് ലോകത്ത് അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന മുഴുവൻ വസ്തുക്കളെയും നിർത്താം അള്ളാഹ് പറയുന്നു. എന്നിട്ട് അള്ളാഹ് ചോദിക്കുന്നു, ഒരു ഈച്ച വേണ്ട, ഈച്ചയുടെ ചിറകെങ്കിലും നിങ്ങളെ കൊണ്ട് സൃഷ്ടിക്കാൻ സാധിക്കുമോ? അള്ളാഹു വെല്ലുവിളിക്കുകയാണ്. അല്ലാഹു പറയുന്നു, പറ്റുകയില്ല, പറ്റുകയില്ല. ഒരു ഈച്ച എന്നല്ല, ഈച്ചയുടെ ചിറക് പോലും നിങ്ങളെ കൊണ്ട് സൃഷ്ടിക്കാൻ പറ്റുകയില്ല എന്ന് മാത്രമല്ല, അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്ന വസ്തുക്കളുണ്ടല്ലോ, ആ വസ്തുക്കളുടെ മുന്നിലേക്ക് കാണിക്കയായി നേർച്ചയായി നിങ്ങൾ കൊണ്ടുവെക്കുന്ന ഭക്ഷണമോ എന്തെങ്കിലും വസ്തുക്കളോ ഈച്ച ഒന്ന് തട്ടിയെടുത്താൽ അത് ഈച്ചയുടെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങാൻ പോലും കഴിവില്ലാത്ത ദൈവങ്ങളെയാണ് അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ച് ആരാധിക്കുന്നത്.
അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുകയാണ്, അല്ലാഹ് അല്ലാതെ നിങ്ങൾ ആരാധിക്കുന്ന വസ്തുക്കൾ, ഈ വസ്തുക്കളെ മുഴുവനും വിളിച്ചു കൂട്ടിയാൽ പോലും അവർക്ക് ഒരു ഈച്ചയുടെ ചിറകിനെ പോലും സൃഷ്ടിക്കാൻ സാധിക്കുകയില്ല എന്ന് മാത്രമല്ല, ഒരു ഈച്ച എന്തെങ്കിലും തട്ടിയെടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അത് തിരിച്ച് ഈച്ചയുടെ കയ്യിൽ നിന്ന് വാങ്ങാൻ പോലുമുള്ള ശക്തിയും കഴിവും ഇങ്ങനത്തെ ആളുകൾക്ക്, അള്ളാഹിന് പുറമെ ആരാധിക്കപ്പെടുന്ന വസ്തുക്കൾക്കില്ല. അതുകൊണ്ട് ഖാലിഖായ ഏകനായ അള്ളാഹുവിന്റെ തർബിയത്തിനെ അംഗീകരിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ ഉലൂഹിയത്തിനെയും റുബൂബിയത്തിനെയും അംഗീകരിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങാൻ മുഴുവൻ ആളുകളോടും അള്ളാഹു പറയുന്നു. അള്ളാഹുവാണ് സൃഷ്ടിച്ചത്, എന്നെയും നിങ്ങളെയും ഒക്കെ സൃഷ്ടിച്ചത്, ഈ ലോകത്തെ മുഴുവൻ വസ്തുക്കളെയും സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. ആ വിഷയത്തിൽ ആർക്കും സംശയമില്ല. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ഫിറഔന്റെ അടുക്കലേക്ക് ചെന്നിട്ട് അള്ളാഹിനെ പരിചയപ്പെടുത്തുന്നു. ഞാനാണ് അള്ളാഹ്, അന റബ്ബുകുമുൽ അഅ്ലാ, നിങ്ങളുടെ ഏറ്റവും മഹോന്നതനായ അള്ളാഹു, നിങ്ങളുടെ റബ്ബ് ഞാനാണെന്ന് പരിചയപ്പെടുത്തിയ ഫിറഔന്റെ മുന്നിലേക്ക് ചെന്നിട്ട് മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നു. ഇദ്ഹബ ഇലാ ഫിറഔന ഇന്നഹു തഗ ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ. അള്ളാഹ് മൂസാ നബി അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട് പറയുന്നു, മൂസ, നീയും നിന്റെ സഹോദരൻ ഹാറൂൻ അലൈഹിസ്സലാമുമായി ഫിറഔനിന്റെ അടുക്കലേക്ക് ചെന്നിട്ട് അള്ളാഹിനെ പറ്റി പറ, മയമായ രീതിയിൽ പറഞ്ഞു കൊടുക്ക്. അവന് മനസ്സിലായി, അവൻ തിരിച്ച് അള്ളാഹുവിന്റെ ഇബാദത്തിലേക്ക്, അള്ളാഹുവിന്റെ അനുസരണയിലേക്ക് വന്നേക്കാം. അള്ളാഹിന്റെ കൽപ്പന കേട്ടുകൊണ്ട് മൂസാ നബി അള്ളാഹയെ പരിചയപ്പെടുത്താൻ ചെല്ലുന്ന രംഗം വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. ഫിറഔൻ ചോദിച്ചു, ഖാലഫമർ റബ്ബുകുമാ യാ മൂസ, ഏ മൂസ, നിങ്ങൾ പരിചയപ്പെടുത്തുന്ന അള്ളാഹ് ആരാണ്? നിങ്ങൾ പരിചയപ്പെടുത്തുന്ന റബ്ബിനെ കുറിച്ച് എനിക്കൊന്ന് പറഞ്ഞു തരാൻ ഫിറഔൻ കളിയാക്കിക്കൊണ്ട് ചോദിക്കുന്നു. ഈ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞ മറുപടി വിശുദ്ധ ഖുർആനിൽ അല്ലാഹു എടുത്തു പറയുന്നു. ഖാല റബ്ബുനല്ലദീ അഅതാ കുല്ല ഷൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ഞാൻ ആരാധിക്കുന്ന, ഞാൻ വഴിപ്പെടുന്ന, ഞാൻ പ്രബോധനം ചെയ്യുന്ന ഏതൊരു അള്ളയാണെന്നറിയാമോ? ആ അള്ളാഹുവാണ് ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളെയും സൃഷ്ടിച്ചത്. ലോകത്തുള്ള മുഴുവൻ ജീവികളെയും, മുഴുവൻ നിർജീവമായ വസ്തുക്കളെയും, മുഴുവൻ ചരാചരങ്ങളെയും സൃഷ്ടിച്ചത് അവനാണ്. ഖാല റബ്ബുനല്ലദീ അഅതാ കുല്ല ഷൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. സൃഷ്ടിച്ച് വെറുതെ വിടുകയല്ല അള്ളാഹു ചെയ്തത്. എൻ്റെ അള്ളാഹു സൃഷ്ടിച്ച മുഴുവൻ വസ്തുക്കൾക്കും ആവശ്യമായ വസ്തു ആവശ്യമായ അളവിൽ ആവശ്യമായ സമയത്ത് നൽകുന്നവനാണ്. മുഴുവൻ വസ്തുക്കളെയും സൃഷ്ടിച്ചിട്ട് അതിനെ ആവശ്യമായ രീതിയിൽ, അനുയോജ്യമായ രീതിയിൽ പരിപാലിക്കുന്നവനുമാണ് എൻ്റെ റബ്ബ് എന്ന് മൂസാ നബി അലൈഹിസ്സലാം ഫിറഔന്റെ മുന്നിൽ അല്ലാഹുവിനെ പരിചയപ്പെടുത്തുന്നു. വീണ്ടും ഫിറഔൻ ചോദിച്ചു, ഖാല ഫമാ ബാലുൽ ഖുറൂനിൽ ഊലാ. ഏ മൂസ, നീ ഇപ്പൊ പറഞ്ഞില്ലേ നിന്റെ അള്ളയാണ് എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ച് പരിപാലിച്ചതെന്ന്. ഖാല ഫമാ ബാലുൽ ഖുറൂനിൽ ഊലാ. നമുക്ക് മുമ്പ് കുറെ ആളുകൾ ഇവിടെ ജീവിച്ചില്ലേ, അവരുടെ അവസ്ഥ എന്താണ്? ഈ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാം പറയുന്നു, ഖാല ഇൽമുഹാ ഇൻദ റബ്ബി ഫീ കിതാബ് ലാ യളിന്നു റബ്ബി വലാ യൻസാ. അവരെ കുറിച്ചുള്ള മുഴുവൻ രേഖകളും എൻ്റെ അള്ളാഹുവിൻ്റെ കയ്യിലുണ്ട്. നാളെ ആഖിറത്തിൽ ഖിയാമത്ത് നാളിൽ മുഴുവൻ മനുഷ്യരെയും, മുഴുവൻ ജീവിച്ചു പോയ ആദം നബി മുതലുള്ള മുഴുവൻ മനുഷ്യരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടുകയും അവരുടെ പ്രവർത്തനങ്ങൾക്ക് അനുസൃതമായി അള്ളാഹുവിൻ്റെ തീരുമാനം അള്ളാഹു എടുക്കുകയും ചെയ്യുമെന്ന് മൂസാ നബി അലൈഹിസ്സലാം ഫിറഔനിനോട് അള്ളാഹിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അതുകൊണ്ട് അള്ളാഹു ഏകനാണ്. റുബൂബിയത്തിന്റെ വിഷയത്തിൽ, റബ്ബാണ് എന്ന വിഷയത്തിൽ അള്ളാഹുവിനല്ലാതെ വേറെ ആർക്കും ഈ ലോകത്തിന്റെ സൃഷ്ടിപ്പിൽ പങ്കില്ല. അല്ലാഹുവല്ലാതെ ഈ ലോകത്തിന്റെ സൃഷ്ടിപ്പിൽ, മനുഷ്യന്റെ സൃഷ്ടിപ്പിൽ ഒരു വസ്തുവിനും പങ്കില്ല. അങ്ങനെ വിശ്വസിച്ചാൽ അവൻ കാഫിറാണ്, ഇസ്ലാമിന്റെ വെളിയിലാണ്. മക്കക്കാർക്ക് അള്ളാഹുവിനെ പരിചയമില്ലാത്തതിന്റെ പേരിലല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലേക്ക് വന്നിട്ട് അള്ളാഹിനെ പരിചയപ്പെടുത്താൻ വന്നത്. മക്കയിലെ മുഴുവൻ ആളുകൾക്കും അള്ളാഹുവിനെ പരിചയമുണ്ടായിരുന്നു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാപ്പയുടെ പേര് നമുക്കറിയാം, അബ്ദുള്ള. അള്ളാന്റെ അടിമ എന്ന പേര്. അള്ളാന്റെ അടിമ എന്ന് പേരുള്ള ഒരു വാപ്പാന്റെ മകൻ അള്ളാഹു ഉണ്ട് എന്ന് പരിചയപ്പെടുത്താൻ മക്കയിലേക്ക് വരേണ്ട ആവശ്യമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നുബുവത്തിന് 15 വർഷം മുമ്പ് തങ്ങൾക്ക് 25 വയസ്സ് പ്രായമുള്ളപ്പോൾ ഖദീജ റളിയല്ലാഹു തആല അൻഹയുമായി നബി തങ്ങളുടെ നിക്കാഹ് നടക്കുന്നു. ഈ സമയത്ത്
തങ്ങളുടെ മൂത്താപ്പയായ അബൂ താലിബ് ഖുതുബയോതുന്നു, നികാഹിന്റെ ഖുതുബയോതുന്നു. അൽഹംദുലില്ലാഹില്ലദീ ജഅലനാ മിൻ ദുർരിയ്യതി ഇബ്രാഹീം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരകളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തിയ അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. അപ്പൊ അള്ളാനെ അറിയത്തില്ല എങ്കിൽ, അള്ളാനെ പരിചയപ്പെടുത്താനാണ് നബിതങ്ങൾ വന്നിരുന്നതെങ്കിൽ ഈ 15 കൊല്ലം മുമ്പ് അബൂ താലിബ് എന്തിനാ അള്ളാഹയെ സ്തുതിച്ചത്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തേക്ക് ജനിച്ച വർഷം, ആമുൽ ഫീലിന്റെ ആനക്കലഹം നടക്കുന്ന വർഷം, അബ്രഹത്തിന്റെ ആനപ്പടയും കൂടി കാബയെ പൊളിക്കാൻ വേണ്ടി, കാബയെ തകർക്കാൻ വേണ്ടി മക്കയെ ലക്ഷ്യം വെച്ച് വരുന്നു. മക്കയിലൂടെ നടന്നു പോകുന്ന വഴിയിൽ വെച്ച് മക്കയുടെ അന്നത്തെ നേതാവായിരുന്ന, അമീറായിരുന്ന, സയ്യിദായിരുന്ന നബിതങ്ങളുടെ ഉപ്പാപ്പയായ അബ്ദുൽ മുത്തലിബിന്റെ ചില ഒട്ടകങ്ങളെ കാണുകയും ഈ ഒട്ടകങ്ങളെ അബ്രഹത്തിന്റെ സൈന്യം പിടിച്ചുകൊണ്ടു പോവുകയും ചെയ്തു. അബ്ദുൽ മുത്തലിബിന്റെ കുറെ ഒട്ടകങ്ങൾ മക്കയിൽ മേഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് കണ്ടിട്ട് അബ്രഹത്ത് ഈ ഒട്ടകത്തെ പിടിച്ചുകൊണ്ടുപോയി. കുറെ കഴിഞ്ഞപ്പം അബ്ദുൽ മുത്തലിബ് അബ്രഹത്തിനെ കാണാൻ ചെന്നിട്ട് പറഞ്ഞു, എൻ്റെ ഒട്ടകത്തെ എനിക്ക് തിരിച്ചു തരണം, നിങ്ങൾ അന്യായമായി പിടിച്ചു വെച്ചിരിക്കുകയാണ്, എൻ്റെ ഒട്ടകത്തെ എനിക്ക് തിരിച്ചു നൽകണമെന്ന് അബ്ദുൽ മുത്തലിബ് പറഞ്ഞ സന്ദർഭത്തിൽ അബ്രഹത്ത് അബ്ദുൽ മുത്തലിബിനോട് ചോദിച്ചു, അല്ല മനുഷ്യ, നിങ്ങൾക്ക് ലജ്ജയില്ലേ? നിങ്ങൾ ഈ നാടിൻ്റെ നേതാവാണ്, മക്കയുടെ നേതാവാണ്, നിങ്ങൾ ഇവിടുത്തെ അമീറാണ്. ഞാൻ ഈ മക്കയിലേക്ക് വന്നതിന്റെ ലക്ഷ്യം മക്കയിലെ കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാം. മക്കയെ തകർത്ത് കാബ പൂർണ്ണമായി പൊളിച്ചിട്ട് മക്കയിലെ മുഴുവൻ ആളുകളെയും അടിമകളായി പിടിച്ചുകൊണ്ട് എൻ്റെ രാജ്യത്തിലേക്ക് തിരിച്ചു പോകാൻ ഞാനും എൻ്റെ പട്ടാളക്കാരും മക്കയിൽ വന്ന് തമ്പടിച്ച് നിൽക്കുമ്പോൾ ആ വിഷയത്തിൽ ഒരു പരാതി പോലും പറയാതെ, നിങ്ങളുടെ അഭിമാനമായ കാബ തകർക്കാൻ വേണ്ടി ഞങ്ങൾ വന്നു നിൽക്കുമ്പോൾ കാബയെ തകർക്കരുത് എന്നൊരു വാക്ക് പോലും എന്നോട് പറയാതെ നിങ്ങളുടെ ഒട്ടകത്തെ ഞാൻ പിടിച്ചുകൊണ്ടുവന്നപ്പോൾ ഒട്ടകത്തിന്റെ വിഷയത്തിൽ എന്നോട് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി വന്ന നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങളാണോ നേതാവ് എന്ന് അബ്ദുൽ മുത്തലിബിനോട് അബ്രഹത്ത് ചോദിക്കുന്നു. ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം തന്റെ സമൂഹത്തെ സേവിക്കണം. സ്വന്തം ജീവനേക്കാൾ സമൂഹത്തിന്റെ ജീവന് മുൻഗണന നൽകേണ്ട ആളാണ് നേതാവ്. പക്ഷെ അബ്ദുൽ മുത്തലിബ് ഒട്ടകത്തിന്റെ വിഷയം വന്നപ്പോൾ ഒട്ടകത്തെ തിരിച്ചു തരണമെന്ന് ചോദിക്കാൻ വേണ്ടി അബ്രഹത്തിന്റെ അടുക്കൽ വന്നു. ഈ സമയത്ത് അബ്രഹത്ത് കളിയാക്കി ചോദിച്ചപ്പോൾ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, ഈ ഒട്ടകത്തിന്റെ റബ്ബ്, ഈ ഒട്ടകത്തിന്റെ ഉടമസ്ഥൻ ഞാനാണ്, ഇതെന്റെ ഒട്ടകമാണ്. ഈ ഒട്ടകത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ നഷ്ടം എനിക്കാണ്, കാരണം ഞാനാണ് ഇതിന്റെ ഉടമസ്ഥൻ. പക്ഷേ നീ തകർക്കാൻ വന്ന കാബ, ആ കാബയുടെ ഉടമസ്ഥൻ ഞാനല്ല, അള്ളാഹുവാണ് കാബയുടെ ഉടമസ്ഥൻ. അള്ളാഹുവിന്റെ കാബയിൽ ഒരു തരി മണ്ണ് പോലും വാരിയിടാൻ, ഒരു തരി മണ്ണ് പോലും കാബയ്ക്ക് നേരെ എറിയാൻ അള്ളാഹു നിന്നെ അനുവദിക്കുകയില്ല എന്ന ഉറച്ച വിശ്വാസം ഈ മക്കയുടെ നേതാവായ എന്നെ പോലെ മക്കയിലെ മുഴുവൻ കുഞ്ഞുങ്ങൾക്കുമുണ്ട്. അതുകൊണ്ട് അള്ളാഹിന്റെ കാബയെ തകർക്കാൻ നിന്നെ കൊണ്ട് സാധിക്കുകയില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ് എന്ന് പറഞ്ഞിട്ട് അബ്ദുൽ മുത്തലിബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തേക്ക് ജനിക്കുന്നതിന് മുമ്പേ അബ്ദുൽ മുത്തലിബ് പറഞ്ഞ സംസാരം, അബ്രഹത്തുമായി നടത്തിയ സംസാരം ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അള്ളാഹയെ പരിചയമില്ലാത്തതിന്റെ പേരിലല്ല വന്നത്, അള്ളാഹയെ അറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ ആളുകളോട് അള്ളാഹനെ പരിചയപ്പെടുത്തി. പക്ഷെ ആരും നബിതങ്ങളെ സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, ഫമിൻഹും മൻ തഫല ഫീ വജ്ഹിഹി വമിൻഹും മൻ സബ്ബഹു വമിൻഹും മൻ ഹസാ അലൈഹി തുറാബ്. അള്ളാന്റെ റസൂലിനെ ചീത്ത വിളിച്ചു, അള്ളാന്റെ റസൂലിന്റെ മുഖത്തിലേക്ക് കാർത്തിച്ചു തുപ്പി, അള്ളാന്റെ റസൂലിനെ മണ്ണും കല്ലും വാരിയെറിഞ്ഞ് ഉപദ്രവിച്ചു മക്കക്കാർ. ഇതൊക്കെ കണ്ടിട്ട് നബിതങ്ങൾക്ക് വിഷമം വന്നു. വിഷമം വന്ന സന്ദർഭത്തിൽ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്, നബിയെ, എന്നെ പരിചയപ്പെടുത്താൻ പോയതിന്റെ പേരിലാണോ അങ്ങ് ഈ പീഡനവും ബുദ്ധിമുട്ടും ഒക്കെ അനുഭവിക്കുന്നത്? അങ്ങ് വിഷമിക്കണ്ട, എന്നെ അറിയാത്ത ആളുകളല്ല ഈ മക്കക്കാർ. വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ് ലയഖൂലുന്ന അല്ലാഹ്. അങ്ങയെ കൊണ്ട് വിശ്വസിക്കാൻ ഇവര് തയ്യാറാകുന്നില്ലേ? ഇവരോട് വിളിച്ചിട്ട് ചോദിക്കണം, ആകാശത്തെ സൃഷ്ടിച്ചത് ആരാണെന്ന്, ഭൂമിയെ സൃഷ്ടിച്ചത് ആരാണെന്ന്, ചന്ദ്രനെയും സൂര്യനെയും ഈ ഗോളങ്ങളെയും സൃഷ്ടിച്ചത്, ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചത്, ഇതിനെ നിയന്ത്രിക്കുന്നത്, മഴ പെയ്യിപ്പിക്കുന്നത് ആരാണെന്ന് നബിയെ ഒന്ന് ചോദിച്ചു നോക്കി.
തീർച്ച അവർ പറയും അല്ലാഹുവാണെന്ന്. മക്കയിലെ മുശ്രിക്കീങ്ങൾ അബൂജഹലും അബൂലഹബും ഒക്കെ പറയും അല്ലാഹുവാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത് എന്ന്. ഞാനല്ല, ഖുർആനിൽ അല്ലാഹുവാണ് പറയുന്നത്. ബദർ യുദ്ധം നടക്കുന്ന സന്ദർഭത്തിൽ അബൂജഹൽ ബദർ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുന്നതിന് തൊട്ട് മുമ്പേ കഅബയുടെ ഖില്ലായിൽ വന്ന് പിടിക്കുന്നു അല്ലാഹുമ്മ യാ റബ്ബി ഹാദൽ ബൈത്ത്, അല്ലാഹുവേ ഈ കഅബയുടെ ഉടമസ്ഥനായ അല്ലാഹുവേ, ഹക്കും ബാത്തിലും തമ്മിലുള്ള പോരാട്ടമാണ് അല്ലാഹുവേ ഇത്, അതുകൊണ്ട് ഹക്കിനെ നീ വിജയിപ്പിക്കണമേ എന്ന് അബൂജഹല് ബദറിലേക്ക് അള്ളാന്റെ റസൂലിനോട് യുദ്ധം ചെയ്യാൻ പോകുന്ന സന്ദർഭത്തിൽ കഅബയുടെ ഖില്ലയിൽ പിടിച്ച് ദുആ ചെയ്തിട്ട് പോകുന്നു. അപ്പൊ ഇവർക്ക് ആർക്കും അല്ലാഹുവിനെ അറിയില്ല എന്നൊരു പ്രശ്നമില്ലായിരുന്നു. അല്ലാഹു അല്ലാത്ത മറ്റ് റബ്ബുകളെയും അല്ലാഹുവിനോട് ഇവർ പങ്കുചേർത്തിരുന്നു. ഇതാണ് ഇവർക്ക് പറ്റിപ്പോയ കുഴപ്പം. മക്കക്കാർക്കെന്നല്ല, മുഴുവൻ പ്രവാചകന്മാരുടെയും സമുദായത്തിനും സംഭവിച്ചത് ഇതാണ്. ഖുർആനിൽ അല്ലാഹു വ്യക്തമായി പറയുന്നുണ്ട്, അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. അല്ലാഹു ആരാധിക്കപ്പെടുന്ന ദൈവം ഒന്നേയുള്ളതാണോ നിങ്ങൾ പറയുന്നത്? ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്, ഇത് ഞങ്ങൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത വാദമാണല്ലോ, ഞങ്ങൾക്ക് അത്ഭുതം തോന്നുന്നു, നിനക്കെന്തോ ഭ്രാന്താണെന്ന് പറഞ്ഞിട്ട് ഇത് പറയാൻ വന്ന നബിമാരെ ഖൗമുകൾ ആട്ടി ഓടിച്ചു എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു. അതുകൊണ്ട് ഇവർക്കൊക്കെ പറ്റിപ്പോയ പ്രശ്നം അല്ലാഹുവിനെ അറിയാത്തതിന്റെ പേരിലല്ല, അല്ലാഹു ഏകനാണ് എന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലായില്ല, അല്ലെങ്കിൽ ഇവർ മനഃപൂർവ്വം സമ്മതിക്കാൻ മടിച്ചു. ഇതിന്റെ പേരിലാണ് ഇവർ നഷ്ടപ്പെട്ടു പോയത്, ഇവർ നരകത്തിന്റെ അവകാശികളായി തീർന്നത്. അതുകൊണ്ട് ആദ്യം നമ്മൾ പഠിക്കേണ്ടത് അല്ലാഹു ഏകനാണ്, അല്ലാഹു മാത്രമാണ് റബ്ബ്, അല്ലാഹുവിന് മാത്രമേ ഈ ലോകത്തെ നിയന്ത്രിക്കാനും ഈ ലോകത്തെ മുഴുവൻ വസ്തുക്കളെയും സൃഷ്ടിക്കാനും നശിപ്പിക്കാനുമുള്ള അധികാരവും കഴിവും അല്ലാഹുവിന് മാത്രമാണ്. ഇതാണ് ആദ്യമായിട്ട് അല്ലാഹു പഠിപ്പിച്ചത്. ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു ഏകനാണെന്ന് വിശ്വസിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്ത് പഠിപ്പിച്ചതും ഇതാണ്. എത്ര ഗൗരവത്തിൽ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ കാര്യം ഉണർത്തി. ഹദീസിന്റെ കിതാബുകളിൽ ഒരു ഹദീസ് കാണാൻ സാധിക്കും. മുഹദ്ദിസീങ്ങൾ ഈ ഹദീസിനെ കുറിച്ച് പറയുന്നത് ഓരോ മുസ്ലിമും ഓരോ മുഅ്മിനും ഈ ഹദീസ് മനഃപാഠമാക്കൽ നിർബന്ധമാണ് എന്നാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്ര ചെയ്യുന്നു. തങ്ങൾ യാത്രയിലാണ്. തങ്ങളുടെ പിന്നിൽ തങ്ങളുടെ കച്ചാപ്പയുടെ മകനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു 7 വയസ്സ് പ്രായമുണ്ട്. കൊച്ചുകുട്ടി 7 വയസ്സ് പ്രായമുള്ള തങ്ങളുടെ കൊച്ചാപ്പയുടെ മകനും തങ്ങളുടെ വാഹനത്തിന്റെ പിന്നിലിരുന്ന് തങ്ങളോടൊപ്പം യാത്ര ചെയ്യുന്നു. ഈ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ കുട്ടിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ കുട്ടിയുടെ തോളിൽ കൈവച്ചിട്ട് പറഞ്ഞു, യാ ഗുലാം, പൊന്നുമോനെ, ഇന്നി ഉഅല്ലിമുക ബികലിമാത്തിൻ, മോനെ ഞാൻ നിനക്ക് ചില വചനങ്ങൾ പറഞ്ഞു തരാം, ചില വാക്കുകൾ ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം. നിന്റെ മനസ്സിൽ നീ നല്ലതുപോലെ കുറിച്ച് വെച്ചുകൊള്ളണം, നല്ലതുപോലെ ഓർമ്മയാക്കി വെച്ചുകൊള്ളണം. നീ അല്ലാഹനെ സൂക്ഷിച്ച് ജീവിക്കണം, നീ അല്ലാഹനെ പേടിച്ച് ജീവിക്കണം. എന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, മോനെ, നിനക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ നീ അല്ലാഹുവിന്റെ മുന്നിലേക്ക് കൈനീട്ടി അല്ലാഹുവിനോട് സഹായം ചോദിക്കണം. നിനക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വന്നാൽ നീ സൃഷ്ടികളോട് പറയാൻ നിൽക്കരുത്, നിന്റെ കൈകൾ ഉയർത്തി നീ അല്ലാഹുവിനോട് പറയണം. എന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നു, വഅലം അന്നൽ ഉമ്മത ലവിജ്തമഉ അലാ അൻ യൻഫഉക ബിശൈഇൻ, ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളും ഒരുമിച്ച് കൂടിയിട്ട് നിനക്കൊരു ഉപകാരം ചെയ്യാൻ ശ്രമിച്ചാലും ലം യൻഫഉക ബിശൈഇൻ ഇല്ലാ മാ ഖദ്ദറല്ലാഹു ലക്, അല്ലാഹു നിനക്ക് ഉപകാരം ചെയ്യാൻ ഉദ്ദേശിച്ചില്ല എങ്കിൽ ലോകത്തുള്ള മുഴുവൻ ആളുകളും ഒരുമിച്ച് കൂടിയാലും ഒരു ഉപകാരം പോലും നിനക്ക് ചെയ്യാൻ സാധിക്കുകയില്ല.
അതേപോലെ നബിതങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, വഅലം അന്നൽ ഉമ്മത ലവിജ്തമഉ അലാ അൻ യദുറൂക ബിശൈഇൻ, ലോകത്തുള്ള മുഴുവൻ ആളുകളും ഒരുമിച്ച് കൂടിയിട്ട് നിന്നെ നശിപ്പിക്കാൻ, നിന്നെ തകർക്കാൻ, നിന്നെ എതിർക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയാലും മോനെ നീ ഭയപ്പെടരുത്, നീ ഭയപ്പെടരുത്. ലൻ യദുറൂക ബിശൈഇൻ ഇല്ലാ മാ ഖദ്ദറല്ലാഹു ലക്, നിന്നെ സഹായിക്കാൻ അള്ളാഹു നിന്നോടൊപ്പം ഉണ്ടെങ്കിൽ ലോകം മുഴുവനും നിനക്കെതിരെ ഒരുമിച്ച് കൂടിയാലും നിന്നെ നശിപ്പിക്കാനോ നിന്നെ തകർക്കാനോ സാധിക്കുകയില്ല. അതല്ലേ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിലൂടെ അള്ളാഹു നമുക്ക് കാണിച്ചു തന്നത്. മൂസാ നബി അലൈഹിസ്സലാം ലോകത്തെ ഏറ്റവും വലിയ അഹങ്കാരിയായിട്ട് ഫിർഔൻ, ഈ ലോകത്തെ ഏറ്റവും വലിയ അധികാരിയും ഏറ്റവും വലിയ അഹങ്കാരിയുമായിട്ട് ഈ ലോകത്ത് ജീവിക്കുന്ന കാലം, അല്ലാഹു പോലും അഹങ്കാരി എന്ന് വിശുദ്ധ ഖുർആനിൽ പരിചയപ്പെടുത്തി ഫിർഔനിനെ. ഇന്ന ഫിർഔന അലാ ഫിൽ അർളി വജഅല അഹ്ലഹാ ശിയഅൻ യസ്തദ്ഇഫു ത്വാഇഫതൻ മിൻഹും യുദബ്ബിഹു അബ്നാഅഹും വയസ്തഹ്യി നിസാഅഹും ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ. അല്ലാഹു പറയുന്നു, ഫിർഔൻ ഈ ലോകത്തെ അഹങ്കാരം കാണിച്ചു, അഹങ്കാരിയായി ജീവിക്കുന്നു. അള്ളാഹുവിന്റെ അടിമകളെ, അള്ളാഹുവിന്റെ സൃഷ്ടികളെ രണ്ടായി ഭിന്നിച്ച് ഭരണം നടത്തി ഒരു വിഭാഗത്തെ അടിമകളാക്കി വെച്ചുകൊണ്ട് ബനൂ ഇസ്രായേലുകളുടെ കുട്ടികളെ അറുകൊല ചെയ്യുകയും അവരുടെ പെണ്ണുങ്ങളെ അടിമകളായി വെക്കുകയും ചെയ്ത ഫിർഔൻ, ഈ ലോകത്തെ അഹങ്കാരിയായി ജീവിച്ച ഫിർഔൻ. അള്ളാഹുവിനോട് അഹങ്കാരം കാണിച്ചാൽ ആരാണെങ്കിലും അള്ളാഹു വെറുതെ വിടുകയില്ല. ഫിർഔൻ ഈ ലോകത്ത് അഹങ്കാരിയായി ജീവിച്ചു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, മൂസാ നബി അലൈഹിസ്സലാമിനെ ഫിർഔനിന്റെ അടുക്കലേക്ക് പറഞ്ഞു വിട്ടിട്ട് പറഞ്ഞു, ഇഅ്തിയാ ഫിർഔൻ, ഫിർഔന്റെ അടുക്കലേക്ക് പോകണം, എന്നിട്ട് പറയണം ഞാൻ അള്ളാഹുവിന്റെ ദൂതനാണെന്നും അള്ളാഹുവിന്റെ അടിമകളായ ഇസ്രായേലുകളെ, ബനൂ ഇസ്രായേലുകളെ എന്നോടൊപ്പം വിടണമെന്നും അവരെ ഇനി നേരിൽ ഉപദ്രവിക്കരുത് എന്നും ഫിർഔന്റെ അടുക്കൽ ചെന്ന് പറയുകയും ബനൂ ഇസ്രായേലുകളെ കൂട്ടിക്കൊണ്ട് രക്ഷപ്പെട്ടു പോകാൻ മൂസാ നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു കൽപ്പിക്കുന്നു. മൂസാ നബി അലൈഹിസ്സലാം ഫിർഔന്റെ അടുക്കലേക്ക് വരുന്നു. ഒരു രീതിയിലും ഫിർഔൻ വഴങ്ങുന്നില്ല. ധാരാളം ചർച്ചകൾ, സംവാദങ്ങൾ, വഴക്കുകൾ, പ്രശ്നങ്ങളൊക്കെ നടക്കുന്നു. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ പരാമർശിച്ച സംഭവം മൂസാ നബിയുടെയാണ്. സൂറത്തുൽ ഖസസിലും സൂറത്ത് താഹയിലും വ്യക്തമായിട്ട് മൂസാ നബിയുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ അല്ലാഹു വിശദീകരിക്കുന്നു. ഫിർഔന്റെ അടുക്കലേക്ക് വരുന്നു, അല്ലാഹുവിനെ പരിചയപ്പെടുത്തുന്നു. ഫിർഔൻ മൂസാ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്ജിസത്തായിട്ട് കൊടുത്ത വടി താഴേക്കിടുന്നു. ഈ വടി പാമ്പായിട്ട് ഇഴയുന്നു. ഫിർഔൻ പറഞ്ഞു, ഇത് മാജിക്കാണ്, ഇത് കൺകണ്ട വിദ്യയാണ്, ഇത് എനിക്കും അറിയാം, ഞാനും കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അടുത്ത ആഴ്ച മുഴുവൻ ആളുകളെയും ഒരു വലിയ മൈതാനത്ത് ഒരുമിച്ച് കൂട്ടിയിട്ട് മൂസാ നബി അലൈഹിസ്സലാമിനെതിരെ ആ നാട്ടിലെ പ്രഗത്ഭരായ മന്ത്രവാദികളെ ഒരുമിച്ച് കൂട്ടുന്നു. ഒരുമിച്ച് കൂട്ടിയിട്ട് ഈ മന്ത്രവാദികൾ കയറിട്ട് പാമ്പാക്കി മാറ്റുന്നു. മൂസാ നബി അലൈഹിസ്സലാം പേടിച്ചു പോയി. മൂസാ നബി അലൈഹിസ്സലാം പേടിച്ചു പോയി. അല്ലാഹു പറയുന്നു, മൂസാ നീ എനിക്ക് വേണ്ടിയാണ് പരിശ്രമിക്കുന്നത്, നീ പേടിക്കണ്ട, നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല, നിന്നോടൊപ്പം ഞാനുണ്ട്, നീയാണ് വിജയിക്കുന്നത് എന്ന് മൂസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു ധൈര്യം കൊടുക്കുന്നു. മൂസാ നബി അലൈഹിസ്സലാമിനോട് പറയുന്നു, വടി താഴെയിടാൻ വേണ്ടി പറയുന്നു. ഈ വടി പാമ്പായി മാറുന്നു. ഈ മന്ത്രവാദികളുടെ പാമ്പിനെ മുഴുവനും മൂസാ നബി അലൈഹിസ്സലാമിന്റെ പാമ്പ് വിഴുങ്ങിക്കളയുന്നു. ഫഉൽഖിയ അസ്സഹറതു സുജ്ജദൻ ഖാലു ആമന്നാ ബിറബ്ബി മൂസാ വ ഹാറൂൻ. ഇത് കണ്ടിട്ട് വന്ന മന്ത്രവാദികൾ മുഴുവനും മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ വന്ന് തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് വിശ്വസിച്ച് അല്ലാഹുവിലേക്ക് മടങ്ങുന്നു. ഇങ്ങനെ ധാരാളം സംഭവങ്ങളും സംവാദങ്ങളും പ്രശ്നങ്ങളും ചർച്ചകളും ഒക്കെ നടന്നു. അവസാനം മൂസാ നബി അലൈഹിസ്സലാം ബനൂ ഇസ്രായേലുകളെയും കൊണ്ട് രക്ഷപ്പെടുന്നു. ചരിത്രത്തിൽ വരുന്നു, ഏകദേശം 10 ലക്ഷത്തോളം ബനൂ ഇസ്രായേലുകളുണ്ട്. ഇവരുമായിട്ട് മൂസാ നബി അലൈഹിസ്സലാം പോകുന്നു. ഇതറിഞ്ഞിട്ട് ഫിർഔൻ പിന്നാലെ വരുന്നു. ഇവരുടെ മുന്നിൽ നൈൽ നദിയാണ്, ചെങ്കടൽ. ഇവരുടെ മുന്നിൽ ചെങ്കടൽ, പിന്നിൽ ഫിർഔന്റെ 10 കോടിയോളം വരുന്ന പട്ടാളക്കാർ. ചരിത്രത്തിന്റെ കിതാബുകളിൽ വരുന്നുണ്ട്, 10 കോടി പട്ടാളക്കാരാണ് ഫിർഔനോടൊപ്പം ഉണ്ടായിരുന്നത്.
മൂസാ നബി അലൈഹിസ്സലാമും 10 ലക്ഷം വരുന്ന പട്ടിണി പാവങ്ങളായ നിരായുധരായ ബനൂ ഇസ്രായേലുകളും. ഇവരുടെ മുന്നിൽ ചെങ്കടൽ ചാടിക്കഴിഞ്ഞാൽ മരണപ്പെട്ടു പോകും, നിന്നു കഴിഞ്ഞാൽ ഫിറഔന്റെ ആളുകൾ പിടിക്കും. ഈ സമയത്ത് ഇവര് പറഞ്ഞു പോയി, യാ മൂസ ഇന്നാ ലമുദ്റകൂൻ, ഏ മൂസ ഉറപ്പാ നമ്മളെ പിടിക്കപ്പെട്ടു, ഇനി നമുക്ക് രക്ഷയില്ല. ഫിറഔൻ അടുത്തെത്തി, നമ്മളെ പിടിച്ചു കഴിഞ്ഞു, ഇനി നമുക്ക് രക്ഷയില്ല. അപ്പോഴേ ഞങ്ങൾ പറഞ്ഞതല്ലേ ഞങ്ങൾ വരുന്നില്ല എന്ന്, ഇതിന് ഞങ്ങൾ തയ്യാറല്ല എന്ന്, ഞങ്ങളെ കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞതല്ലേ, എന്തിനാ ഞങ്ങളെ വലിച്ചഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് മൂസാ നബി അലൈഹിസ്സലാമിന് നേരെ ബനൂ ഇസ്രായേലുകൾ മുഴുവനും തിരിഞ്ഞു. ഈ സമയത്ത് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ഈമാനിന്റെ വിശ്വാസം പഠിപ്പിക്കുകയാണ്, ഒരു മുഅ്മിനിന്റെ വിശ്വാസം പഠിപ്പിക്കുകയാണ്. ഇന്ന മഅയ റബ്ബി സയഹ്ദി, ഇന്ന മഅയ റബ്ബി സയഹ്ദി. തൊട്ട് പിന്നിൽ നിൽക്കുന്നത് 10 കോടിയോളം വരുന്ന ലോകത്തെ ഏറ്റവും വലിയ ക്രൂരനായ, ഏറ്റവും വലിയ അക്രമിയായ ഫിറഔനും ഫിറഔന്റെ പട്ടാളക്കാരുമാണ്. മൂസാ നബി പറയുകയാണ്, നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല, എന്നോടൊപ്പം എൻ്റെ അല്ലാഹു ഉണ്ട്, അല്ലാഹു എന്നെ സഹായിക്കും. ഫിറഔൻ എത്ര വലിയ ക്രൂരനാണ്! ഫിറഔൻ മൂസാ നബി അലൈഹിസ്സലാമിനെ കൊണ്ട് ഫിറഔനിന്റെ ഭാര്യ വിശ്വസിച്ചതിന്റെ പേരിൽ ആസിയ ബീവി റളിയല്ലാഹു തആല അൻഹയെ ഫിറഔൻ കൊന്നത് എങ്ങനെയാണെന്ന് ചരിത്രത്തിൽ വരുന്നുണ്ട്. ആസിയ ബീവിയെ മൈതാനത്ത് കൊണ്ടുവന്ന് കിടത്തിയിട്ട് 4 വശം 4 ഭാഗത്തും 4 കുതിരകളെ നിർത്തുകയും 2 കൈകളും 2 കാലുകളും ചങ്ങല കൊണ്ട് ബന്ധിക്കുകയും, ഓരോ ചങ്ങല, ഒരു കാലിൽ ഒരു ചങ്ങല ബന്ധിച്ചിട്ട് അതൊരു കുതിരയുടെ ശരീരത്തിലേക്ക് ബന്ധിപ്പിക്കുകയും, ഇങ്ങനെ 4 വശത്തേക്കും കുതിരകളെ നിർത്തിയിട്ട് 4 ദിക്കിലേക്കും കുതിരയെ അതിവേഗത്തിൽ പായിപ്പിച്ചു. അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചതിന്റെ പേരിൽ സ്വന്തം ഭാര്യയോട് ചെയ്ത ക്രൂരതയാണ്. അങ്ങനെ 4 കഷണമായിട്ട് ഭാര്യ മരണപ്പെട്ടു പോയി. മൂസാ നബിയെ കൊണ്ട് വിശ്വസിച്ചതിന്റെ പേരിൽ ഈ മന്ത്രവാദികളായ ആളുകളെ വലിയ ഈന്തപ്പനയുടെ മരങ്ങൾ കൊണ്ടുവന്നിട്ട് അതിൽ കെട്ടിയിട്ട് ക്രൂശിച്ചു. ഇത്ര ക്രൂരനായ ഫിറഔൻ ബനൂ ഇസ്രായേലുകൾ വെപ്രാളപ്പെട്ടു പോയി, പേടിച്ചു പോയി, നമ്മളെ പിടിച്ചു ഉറപ്പാണെന്ന് പറഞ്ഞു. പക്ഷേ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇന്ന മഅയ റബ്ബി സയഹ്ദി, എൻ്റെ അല്ലാഹുവാണ് എന്നോട് ഇത് പറഞ്ഞത്, അല്ലാഹ് എന്നെ സഹായിക്കും. അല്ലാഹുവിന്റെ സഹായം വന്നു. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, മൂസാ നബിയോട് അല്ലാഹു പറഞ്ഞു, നിന്റെ കയ്യിലിരിക്കുന്ന വടി കൊണ്ട് ചെങ്കടലിൽ അടിക്കാൻ പറഞ്ഞു. അടിച്ചു. 12 വഴികൾ ചെങ്കടലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വെള്ളത്തെ മാറ്റിയിട്ട് മണ്ണിനെ, കരയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തി കൊടുക്കുകയും 12 വഴികൾ രൂപപ്പെടുകയും ചെയ്തു. ബനൂ ഇസ്രായേലുകൾ നടന്ന് അപ്പുറത്തെത്തി. ഈ സമയത്ത് പിന്നാലെ ഫിറഔനും കൂട്ടരും വരുന്നു. ഫിറഔൻ വന്ന് നോക്കുമ്പം ചെങ്കടലിൽ 12 വഴികൾ, ഈ 12 വഴികളിലൂടെ ബനൂ ഇസ്രായേലുകൾ നടന്നു പോകുന്നു. ഈ സമയത്തും ഫിറഔൻ തിരിഞ്ഞു നിന്നിട്ട് തൻ്റെ സമുദായത്തെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, അലൈസലി മുൽക്കു മിസ്ര വഹാദിഹിൽ അൻഹാറ തജ്രി മിൻ തഹ്തി, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഞാനാണ് അല്ലാഹു, ഈ നൈൽ നദി എൻ്റെ അധികാരത്തിന്റെ കീഴിലാണ് ഒഴുകുന്നത്, ഈ നൈൽ നദിയുടെ അധികാരി ഞാനാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ? ദേ നോക്ക്, ഞാൻ വന്നപ്പോൾ എനിക്ക് വേണ്ടി നൈൽ നദി വഴി പോലും ഒരുക്കി തരുന്നത് കണ്ടില്ലേ എന്ന് ഫിറഔൻ തിരിഞ്ഞു നിന്നിട്ട് മൂസാ തൻ്റെ കൂടെ വന്ന പട്ടാളക്കാരോട് പറഞ്ഞു. ഖുർആനിൽ അല്ലാഹു പറയുന്ന സംഭവമാണ്. എന്നാൽ ഈ പൊട്ടനൊന്ന് ചിന്തിച്ചുകൂടായിരുന്നോ? ഇതിലെ മുന്നേ കടന്നുപോയത് മൂസാ നബി അലൈഹിസ്സലാമും ഖൗമുമാണ്. അവർക്ക് രക്ഷപ്പെടാൻ അള്ളാഹു വഴി കൊടുത്തതാണ്. ആ വഴിയിലൂടെ പിന്തുടർന്ന് വന്ന ഫിറഔൻ ആ വഴിയുടെ മുന്നിൽ എത്തിയതാണ് എന്ന് ഈ പൊട്ടനൊന്ന് ചിന്തിച്ചുകൂടായിരുന്നോ? ഫിറഔൻ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, അലൈസലി മുൽക്കു മിസ്ര വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി, എനിക്കാണ് അധികാരം, ഈ നൈൽ നദി എന്റെ കീഴിലൂടെയാണ് ഒഴുകുന്നത്, ഞാൻ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഫിറഔനും തന്റെ സൈന്യവും ഈ നൈൽ നദിയിലേക്ക് കയറി, നൈൽ നദിയിലേക്ക് പ്രവേശിച്ചു. കുറെ ചെന്നു, നടന്നു. മൂസാ നബി അലൈഹിസ്സലാമും ഖൗമും ഈ നൈൽ നദിയുടെ അപ്പുറത്തെത്തി. ഈ സമയത്ത് ഫിറഔൻ നൈൽ നദിയുടെ മധ്യത്തിലെത്തിയ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറി നിന്ന വെള്ളത്തോട് പഴയതുപോലെ ആകാൻ പറഞ്ഞു. പഴയതുപോലെ ആയി. ഫിറഔനും 10 കോടിയോളം വരുന്ന തന്റെ സൈന്യവും അതേ ചെങ്കടലിൽ മുങ്ങിപ്പോയി. അത്രയും കാലം അഹങ്കാരിയായി ജീവിച്ചിരുന്ന ഫിറഔൻ മുങ്ങിച്ചാവാൻ നേരം പറഞ്ഞു,
ആമൻതു, മൂസാ നബിയും ഫിർഔനും വിശ്വസിച്ച അള്ളാനെ കൊണ്ട് ഞാൻ വിശ്വസിച്ചു, അള്ളാനെ കൊണ്ട് ഞാൻ വിശ്വസിച്ചു എന്ന് നിലവിളിച്ചുകൊണ്ട് ഫിർഔൻ ആ ചെങ്കടലിൽ കിടന്ന് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ആൽ ആന വഖദ് അസൈത, ആൽ ആന വഖദ് അസൈത. അള്ളാഹ് ചോദിച്ചു, നിനക്ക് ഇപ്പോഴാണ് സമയം കിട്ടിയത്? എത്ര പ്രാവശ്യം നിന്നോട് പറഞ്ഞു, എത്ര പ്രാവശ്യം നിന്നോട് ഉപദേശിച്ചു, നീ അഹങ്കരിക്കല്ലേ, നീ അഹങ്കാരം കാണിക്കല്ലേ, ധിക്കാരം കാണിക്കല്ലേ, അള്ളാഹനെ പേടിച്ച് ജീവിക്കണേ, നന്മക്കെതിരെ നിൽക്കരുതേ, നീ നല്ല ആളുകൾക്ക് എതിരെ നിൽക്കരുതേ, അള്ളാഹുവിന്റെ ദീനിന് നീ എതിരെ നിൽക്കല്ലേ, അള്ളാഹിന്റെ ദീനിനെ നീ നശിപ്പിക്കരുതേ. നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു ആളുകളെ ഉപദ്രവിക്കരുതേ, ബുദ്ധിമുട്ടിക്കരുതേ എന്ന് എന്റെ പ്രവാചകൻ വന്നിട്ട് നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു? ആൽ ആന വഖദ് അസൈത ഖബ്ലു. അപ്പോഴൊക്കെ നീ ധിക്കരിച്ചില്ലേ, നീ അഹങ്കരിച്ച് നടന്നില്ലേ, ഇപ്പോഴാണോ സമയം, നിന്റെ ഈമാൻ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിർഔനെ ശപിച്ചു. ഫിർഔൻ ഈ ലോകത്ത് നിന്ന് നിന്ദ്യനായി ചത്തുപോയി എന്ന് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല തൊട്ടടുത്തുള്ള ആയത്തിൽ പറയുന്നു, ഫൽ യൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ. അല്ലാഹു ഫിർഔനിനോട് ഒരു വാഗ്ദാനവും ചെയ്തു. ചാവാൻ കിടന്ന ഫിർഔനിനോട് അല്ലാഹു ഒരു വാഗ്ദാനവും ചെയ്തു. നിന്റെ ശരീരത്തെ ഒരു കേടുപാടും സംഭവിക്കാതെ ഖിയാമത്ത് നാൾ വരെ ഞാൻ സൂക്ഷിക്കും. നിന്റെ പിന്നാലെ കുറെ ഫിർഔന്മാർ വരും, നിന്റെ പിന്നാലെ കുറെ ചെറിയ കൊച്ചു കൊച്ചു ഫിർഔന്മാർ വരും, കുറെ അഹങ്കാരികൾ വരും. ഇവർക്കൊരു പാഠമായിട്ട് നിന്റെ ശരീരത്തെ, നിന്റെ ജഡത്തെ ഞാൻ സൂക്ഷിക്കുക തന്നെ ചെയ്യും. എത്രയോ കൊല്ലം, ഏകദേശം 3000-ഓളം വർഷം ഫിർഔനിന്റെ ശരീരം ഒരു മത്സ്യം പോലും കൊത്താതെ ആ സമുദ്രത്തിൽ തന്നെ കിടന്നു എന്നാണ്. അതിനുശേഷം 19-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ഈ ശരീരം കടലിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ടു. ഇപ്പോഴും അത് ഈജിപ്തിലെ കൈറോയിലെ മ്യൂസിയത്തിൽ ശരീരത്തിന് ഒരു കേടും സംഭവിക്കാതെ 4000 വർഷം പഴക്കമുണ്ടായിട്ടും ശരീരത്തിന് ഒരു കേടും സംഭവിക്കാതെ ഇപ്പോഴും ഫിർഔനിന്റെ ശരീരം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് പഠനം നടത്തിയ ആളുകൾ പറയുന്നുണ്ട്, അത്ഭുതമായി തോന്നിയ ഒരു സംഭവമുണ്ട്. ഫിർഔനിന്റെ ജഡം എടുത്ത സന്ദർഭത്തിൽ ഫിർഔനിന്റെ മൂക്കിന്റെ ഭാഗത്ത് 1-2 അടയാളങ്ങൾ കണ്ടു എന്നാണ്. മത്സ്യം കൊത്തിയതുപോലത്തെ 1-2 അടയാളങ്ങൾ. ഫിർഔനിനോടൊപ്പം ആ സമുദ്രത്തിൽ താന്നുപോയ മുഴുവൻ ആളുകളെയും മത്സ്യങ്ങൾ കൊത്തി തിന്നുകയും അല്ലെങ്കിൽ അവരുടെ ശരീരങ്ങൾ ദ്രവിച്ചു പോവുകയും ചെയ്തു. പക്ഷേ ഫിർഔനിന്റെ ശരീരം മത്സ്യങ്ങൾ പോലും കഴിക്കാൻ തയ്യാറായില്ല. മത്സ്യം കൊത്താൻ ശ്രമിച്ചു, പക്ഷേ ഫിർഔനാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അത് കൊത്താതെ തിരിച്ചു പോയി. ഇന്നും ഫിർഔനിന്റെ ശരീരത്തിൽ മൂക്കിന്റെ ഭാഗത്തായിട്ട് അടയാളമുണ്ട് എന്നാണ് ഇതിനെക്കുറിച്ച് പഠനം നടത്തി ഇസ്ലാമിലേക്ക് കടന്നു വന്ന ശാസ്ത്രജ്ഞന്മാർ എഴുതി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിനോട് ധിക്കാരം കാണിച്ച ആളുകളുടെ അവസ്ഥ ഇതായിരിക്കും. ഫിർഔൻ മാത്രമല്ല ഈ ലോകത്ത് ധിക്കാരം കാണിച്ചത്, നമ്രൂദ് കാണിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിനോട് ധിക്കാരം കാണിച്ചു നമ്രൂദ്. ഞാനാണ് അള്ളാഹു, ഞാനല്ലാത്ത ഒരു അള്ളാഹുവിനെയും ഈ ലോകത്ത് ആരാധിക്കപ്പെടരുത് എന്ന് നമ്രൂദ് വാശി വെച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു. വലിയ തീക്കുണ്ടാരം ഉണ്ടാക്കി. താരീഖിന്റെ കിതാബുകളിൽ കാണാൻ സാധിക്കും, ആ നാട്ടിലെ ആളുകൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നാൽ അവർ നേർച്ച ചെയ്യുമായിരുന്നു. ഇബ്രാഹിമിനെ കരിക്കാനുള്ള തീക്കുണ്ടാരത്തിലേക്ക് 1 കെട്ട് വിറക് ഞാൻ ദാനം ചെയ്യാം, 1 കെട്ട് വിറക് ഞാൻ സ്പോൺസർ ചെയ്യാം, എൻ്റെ അസുഖം മാറണേ എന്ന് നേർച്ച ചെയ്യുമായിരുന്നു. അത്രയും വലിയ തീക്കുണ്ടാരം ഉണ്ടാക്കി. ഏകദേശം 40 ദിവസം അണയാതെ കത്തി നിന്ന തീ, ആകാശത്തിലൂടെ പറവകൾ പറന്നു പോയി കഴിഞ്ഞാൽ ഈ തീയുടെ ചൂടേറ്റ് കരിഞ്ഞ് താഴേക്ക് വീഴും. ഇത്രയും വലിയ തീ ഉണ്ടാക്കി. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീയിലേക്ക് എറിയാൻ പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, കാന ആഖിറു കലാമി ഇബ്രാഹിം അലൈഹിസ്സലാം ഹീന ഉൽഖിയ ഫിന്നാർ ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ അള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ചതിന്റെ പേരിൽ, അള്ളാഹുവിലേക്ക് പ്രബോധനം ചെയ്തതിന്റെ പേരിൽ തീയിലേക്ക് എറിയപ്പെടാൻ പോകുന്ന സന്ദർഭത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം ഇബ്രാഹിമിന്റെ അടുക്കലേക്ക് വരികയാണ്. വന്നിട്ട് പറയുകയാണ്, ഇബ്രാഹിമേ, നിന്റെ റബ്ബായ അള്ളാഹുവാണ് എന്നെ അയച്ചത്, നിനക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ?
ഈ സമയത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം പറയുകയാണ്, മിൻക ഫലാ, ജിബ്രീലേ നിന്റെ സഹായം എനിക്ക് വേണ്ട, നീ മഴ പെയ്യിപ്പിച്ച് തീ അണക്കേണ്ട ആവശ്യമില്ല, നിന്റെ സഹായം എനിക്ക് വേണ്ട. എന്നെ നിയോഗിച്ചത് എന്റെ റബ്ബായ, എന്റെ ഇലാഹായ, എന്റെ ആരാധ്യനായ അല്ലാഹുവാണ്. അല്ലാഹു എന്നെ സഹായിച്ചോളും. ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ. ഇതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഈമാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ പഠിപ്പിച്ച ഈമാനിന്റെ പ്രവർത്തന രൂപമാണ് നബിമാരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത്. തീയിലേക്ക് എടുത്തിട്ടു, അല്ലാഹ് സഹായിച്ചു. ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം, തീയോട് നാം കൽപ്പിച്ചു ഇബ്രാഹിമിന് തണുപ്പും രക്ഷയുമാകണമെന്ന്. തണുപ്പും രക്ഷയുമായി ഇബ്രാഹിം നബി അലൈഹിസ്സലാം 40 ദിവസം ആ തീയിൽ കിടന്നു. തീയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി വന്ന സന്ദർഭത്തിൽ ഇബ്രാഹിം നബിയുടെ കൊടിയ ശത്രുവായ ഇബ്രാഹിം നബിയുടെ സ്വന്തം പിതാവായ ആസർ പോലും പറഞ്ഞുപോയി, നിഅമർ റബ്ബു റബ്ബുക യാ ഇബ്രാഹിം, ഇബ്രാഹിമേ നീ പറയുന്ന അല്ലാഹു, വലിയ നീ പറയുന്ന റബ്ബ് എത്ര നല്ല റബ്ബാണ്. നിന്നെ തീയിലിട്ടിട്ട് ഒരു പോറൽ പോലും ഏൽക്കാതെ നിന്നെ സംരക്ഷിച്ച നിന്റെ റബ്ബ് എത്ര നല്ല റബ്ബാണെന്ന് ആസർ പോലും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു. പക്ഷെ നമ്രൂദ് അടങ്ങിയില്ല. ഒരു പ്രാവശ്യം അല്ലാഹു കാണിച്ചു കൊടുത്തു, പക്ഷെ നമ്രൂദ് അടങ്ങിയില്ല. അല്ലാഹുവിനോട് അഹങ്കാരം കാണിച്ചു. വീണ്ടും അല്ലാഹുവിനെ വെല്ലുവിളിച്ചു. പട്ടാളക്കാരോട് മുഴുവൻ പട്ടാളക്കാരോടും പറഞ്ഞു യുദ്ധത്തിന് തയ്യാറാകാൻ. പട്ടാളക്കാർ മുഴുവനും തയ്യാറായി. പടച്ചട്ടയും അണിഞ്ഞ് ആയുധങ്ങളും ഏന്തിക്കൊണ്ട് നമ്രൂദിന്റെ പട്ടാളക്കാരും യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുത്തു. എതിർവശത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒറ്റയ്ക്ക് ഒരു നല്ല വാക്കുകൊണ്ട് ആശ്വസിപ്പിക്കാൻ പോലും തുണക്കാരുമില്ലാത്ത ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വന്തം വാക്ക് പോലും ശത്രു സൈന്യത്തിന്റെ പടത്തലവനായി അണിനിരന്ന് നിൽക്കുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒറ്റയ്ക്ക് എതിർവശത്ത് നിൽക്കുന്നു. നമ്രൂദിന്റെ പട്ടാളക്കാർ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പിടിക്കാൻ വേണ്ടി വരുന്നു. ഈ സമയത്ത് അല്ലാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു. അല്ലാഹുവേ, പടച്ച റബ്ബേ, നിനക്ക് വേണ്ടിയാണ് ഈ ത്യാഗങ്ങളും ഈ പരീക്ഷണങ്ങളും ഈ കഷ്ടപ്പാടുകളും ഞാൻ സഹിച്ചത്. അല്ലാഹുവേ, അതുകൊണ്ട് നീ സഹായിക്കണം. നിന്റെ സഹായമല്ലാതെ മറ്റൊരു സഹായം ഈ ലോകത്തില്ല. നിന്റെ സഹായമല്ലാതെ, നിന്റെ രക്ഷയല്ലാതെ മറ്റൊരു രക്ഷയിൽ ഈ ഇബ്രാഹിമിന് വിശ്വാസമില്ല. നീ എന്നോടൊപ്പം ഉണ്ടെങ്കിൽ ഈ ലോകം മുഴുവനും എനിക്കെതിരായി ായാലും ഈ ഇബ്രാഹിം രക്ഷപ്പെടും. അതുകൊണ്ട് പടച്ചവനെ നീ എന്നെ സഹായിക്കണമേ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം ദുആ ചെയ്യുന്നു. ഉടനെ ആകാശത്ത് നിന്ന് മേഘം പോലെ എന്തോ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. നമ്രൂദും പട്ടാളക്കാരും അത്ഭുതപ്പെട്ട് നോക്കി നിന്നു. ഭൂമിയിലേക്ക് ഒരു മേഘം ഇങ്ങനെ ഇറങ്ങി വരികയാണ്. നോക്കുമ്പോൾ മേഘമല്ലായിരുന്നു, കുറെ കൊതുകുകളായിരുന്നു. കുറെ കൊതുകുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഈ കൊതുകിന്റെ പ്രത്യേകത, കൊതുക് കടിച്ചു കഴിഞ്ഞാൽ കടിക്കുന്ന ഭാഗത്തെ മാംസവും കടിച്ചെടുക്കും. ഇങ്ങനത്തെ കൊതുകുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിൽ നിന്ന് അയച്ചു. ഈ കൊതുകുകൾ ഭൂമിയിലേക്ക് വന്നു. ചരിത്രത്തിൽ കാണാം, ഈ കൊതുകുകളുടെ തലവൻ, നേതാവ് ഒരു ഞൊണ്ടിക്കാലുള്ള കൊതുകായിരുന്നു. ഈ കൊതുക് നമ്രൂദിന്റെ നേരെ ചെന്നു. നമ്രൂദിന്റെ ചെവിക്കുള്ളിലുള്ള നമ്രൂദിന്റെ തലയിലേക്ക് കയറി. നമ്രൂദിന്റെ പട്ടാളക്കാർ അമ്പരന്ന് പോയി. കൊതുകുകൾ ആക്രമിക്കാൻ തുടങ്ങി. പട്ടാളക്കാർക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. കൊതുകിനെ വാളുകൊണ്ട് പോലും വെട്ടാൻ സാധിക്കൂല. വാളും താഴെയിട്ടിട്ട് നമ്രൂദിന്റെ പട്ടാളക്കാർ തിരിഞ്ഞോടി. പക്ഷേ കൊതുകുകൾ പിന്തുടർന്നോടി മുഴുവൻ പട്ടാളക്കാരെയും ഓടിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം രക്ഷപ്പെട്ടു. അവസാനം ഈ കൊതുക് 40 ദിവസം നമ്രൂദിന്റെ തലയിൽ വളർന്നു, മുട്ടയിട്ടു, പെരുകി. തലവേദന എടുത്തിട്ട് നമ്രൂദ് ആളുകളെ കൊണ്ട് കൂലിക്ക് ആളെ നിർത്തിയിട്ട് കമ്പ് കൊണ്ടും വടികൾ കൊണ്ടും തലയിൽ അടിപ്പിക്കാൻ തുടങ്ങി, ആശ്വാസം കിട്ടാൻ വേണ്ടി. അല്ലെ, നമുക്കൊക്കെ തലവേദന വന്നു കഴിഞ്ഞാൽ തലയിൽ അടിച്ചു കഴിഞ്ഞാൽ അല്പനേരം ആശ്വാസം കിട്ടും. നമ്രൂദ് ഇങ്ങനെ അടിപ്പിക്കാൻ തുടങ്ങി. അവസാനം നമ്രൂദിന്റെ കാലിൽ കിടക്കുന്ന ഇരുമ്പിന്റെ ചെരുപ്പ് കൊണ്ടുവരെ നമ്രൂദ് ആളുകളെ കൂലിക്ക് നിർത്തിയിട്ട് തന്റെ തലയിൽ ഒരു നേരത്തെ ആശ്വാസത്തിന് വേണ്ടി അടിപ്പിക്കാൻ തുടങ്ങി.
അവസാനം 40-ാമത്തെ ദിവസം പൂർത്തിയാകുന്ന സന്ദർഭത്തിൽ അടികൊണ്ടിട്ട് നമ്രൂദിന്റെ തല രണ്ടായി പിളരുകയും തലയിൽ നിന്ന് ഈ ഞൊണ്ടിക്കൊതുക് എഴുന്നേറ്റ് പറന്ന് വെളിയിലേക്ക് പോവുകയും നമ്രൂദ് മരണപ്പെട്ട് നമ്രൂദ് നിന്ദ്യനായി അള്ളാഹനെ വെല്ലുവിളിച്ച, അള്ളാഹുവിനോട് അഹങ്കാരം കാണിച്ച, ധിക്കാരം കാണിച്ച നമ്രൂദ് നിസാരനായി നിന്ദ്യനായി ചത്തൊടുങ്ങി തന്റെ കൊട്ടാരത്തിൽ കിടക്കുമ്പോൾ ഈ കൊതുക് തന്റെ കൊട്ടാരത്തിൽ നിന്നുകൊണ്ട്, നമ്രൂദിന്റെ കൊട്ടാരത്തിൽ നിന്നുകൊണ്ട് അവിടെ കൂടി നിന്ന ആളുകളോട് പറയുകയാണ്, അള്ളാഹനെയും അള്ളാന്റെ റസൂലിനെയും അനുസരിക്കാത്തവർക്ക്, അവരോട് ധിക്കാരം കാണിക്കുന്നവന്റെ അന്ത്യം ഇതാണ് എന്ന് പറഞ്ഞു. അള്ളാഹിനോട് ധിക്കാരം കാണിച്ച നമ്രൂദിനെ ഒരു കൊതുകിനെ കൊണ്ട് നശിപ്പിക്കാൻ ലോകത്തെ ഏറ്റവും വലിയ ഭരണാധികാരിയായ, ലോകം മുഴുവൻ അടക്കി വാണ നമ്രൂദിനെ ഒരു കൊതുക് കൊണ്ട് നശിപ്പിക്കാൻ അള്ളാഹ്ക്ക് കഴിഞ്ഞെങ്കിൽ അള്ളാഹുവിന്റെ കാവ പൊളിക്കാൻ വേണ്ടി വലിയ ആനകളുമായി മക്കയിലേക്ക് വന്ന അബ്രഹത്തിനെയും സംഘത്തെയും ചെറിയ പക്ഷികളെ കൊണ്ട് നശിപ്പിക്കാൻ, തകർക്കാൻ അള്ളാഹുവിന് സാധിക്കുമെങ്കിൽ പിന്നെയാണോ അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കുന്ന എന്നെയും നിങ്ങളെയും പിടിക്കാൻ അല്ലാഹുവിന് സാധിക്കാത്തത്? അതുകൊണ്ട് നമ്മൾ ആരും വിചാരിച്ചു പോകരുത്, വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലുൽ ളാലിമൂൻ. അല്ലാഹ് പറയുന്നു, നിങ്ങൾ കുറെ കള്ളത്തരം കാണിച്ചിട്ട്, നിങ്ങൾ കുറെ അനുസരണക്കേട് കാണിച്ചിട്ട്, നിങ്ങൾ കുറെ അല്ലാഹ് ഹറാമാക്കിയ കാര്യങ്ങൾ ചെയ്തിട്ടും അല്ലാഹ് നിങ്ങളെ പിടിക്കാതെ വിടുന്നല്ലോ. അല്ലാഹ് നിങ്ങളെ പിടിക്കാതെ വിടുന്നു എന്ന് കണ്ട് അല്ലാഹ് നിങ്ങളെ തൊട്ട് അശ്രദ്ധരാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ തശ്ഖസു ഫീഹിൽ അബ്സാർ. ഭയത്തിന്റെ പേരിൽ നിങ്ങളുടെ കണ്ണുകൾ മുകളിലേക്ക് ആയി പോകുന്ന ഒരു ദിവസം വരാനുണ്ട്. ആ ദിവസത്തിലേക്ക് നിങ്ങളുടെ കണക്കുകളെ അല്ലാഹു പിന്തിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അല്ലേ, നമ്മളൊക്കെ നോക്കുമ്പോൾ കള്ളു കുടിക്കുന്നവനും പെണ്ണ് പിടിക്കുന്നവനും ഒക്കെ സുഖമായിട്ട് ജീവിക്കുന്നു. പള്ളിയിൽ വന്ന് 5 നേരം നമസ്കരിക്കുന്നവന് കഷ്ടപ്പാട്, ദാരിദ്ര്യം, ബുദ്ധിമുട്ട് മാറുന്നില്ല. നമ്മൾ വിചാരിക്കും, ഇതെന്റെ അള്ളാഹ് അവനെ പിടിക്കാതെ നമ്മളെ ഇങ്ങനെ നിസ്കരിക്കുന്ന നമ്മൾ 5 നേരം പള്ളിയിൽ വന്ന് നിസ്കരിച്ചിട്ടും അള്ളാഹിൻ്റെ അടുത്ത് എത്ര കരഞ്ഞു പറഞ്ഞിട്ടും അള്ളാഹു നമ്മളെ മാത്രം ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്ന് നമുക്ക് തോന്നും. സത്യത്തിൽ ഈ പരീക്ഷണമൊന്നും, ഈ ബുദ്ധിമുട്ടൊന്നും അള്ളാഹു നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങളെ പൂർണ്ണമായിട്ട് പൂർണ്ണമായിട്ട് ആ പ്രവർത്തനങ്ങളുടെ ശിക്ഷയല്ല ഈ ലോകത്ത് വെച്ച് ലഭിക്കുന്നത്. ഖുർആനിൽ അള്ളാഹു തന്നെ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ റബ്ബാണ്. നിങ്ങൾ എന്നോട് കാണിക്കുന്ന അനുസരണക്കേടുകൾ, എന്നോട് കാണിക്കുന്ന അക്രമങ്ങൾ, ഇതൊക്കെ ഞാൻ അധികവും നിങ്ങളെ വിട്ടുവീഴ്ച ചെയ്യും, നിങ്ങൾക്ക് ഞാൻ മാപ്പാക്കി തരും. ആ അക്രമങ്ങളുടെയും ആ അഹങ്കാരങ്ങളുടെയും പേരിലൊന്നും ഞാൻ നിങ്ങളെ പിടിച്ചങ്ങനെ ശിക്ഷിക്കാറില്ല. എല്ലാം ഞാൻ മാപ്പാക്കി തരും. എൻ്റെ ജമാലിയത്തിന്റെ സിഫത്തുകൾ ജലാലിയത്തിന്റെ സിഫത്തുകളെക്കാൾ എനിക്ക് ജമാലിയത്തിന്റെ സിഫത്ത് കൂടുതലാണ്. ഞാൻ റഹീമാണ്, ഞാൻ റഊഫാണ്, ഞാൻ ഗഫാറാണ്, ഞാൻ ലത്തീഫാണ്, ഞാൻ റസാഖാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ അങ്ങനെ ശിക്ഷിക്കാറില്ല. പക്ഷേ ചില പ്രവർത്തികളുടെ പേരിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ആഖിറത്തിന്റെ വിജയത്തിന് വേണ്ടി നിങ്ങൾ മുന്നൊരുക്കം നടത്താൻ വേണ്ടി ചെറുതായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ നിങ്ങളെ പിടിക്കാറുണ്ട്. വമാ അസാബക്കും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദീകും വയഅഫു അൻ കസീർ. അല്ലാഹ് പറയുന്നു, നിങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകൾ വരുന്നത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. നിങ്ങൾക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ കൈകൾ കൊണ്ട് നിങ്ങൾ പ്രവർത്തിച്ച തെറ്റുകളുടെ പേരിലാണ്. പക്ഷേ വയഅഫു അൻ കസീർ, നിങ്ങളുടെ അധിക തെറ്റുകളെയും ഞാൻ മാപ്പാക്കാറുണ്ട്. ഈ ഇരിക്കുന്ന ഞാൻ അടക്കം നമ്മളൊക്കെ ചിന്തിച്ചു നോക്കണം. നമ്മളൊക്കെ ചെയ്തു കൂട്ടുന്ന പ്രവർത്തനങ്ങളുടെ പേരിൽ ഈ ദുനിയാവിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പിടിക്കുമായിരുന്നെങ്കിൽ ഒരു സെക്കൻഡ് ശ്വസിക്കാനുള്ള വായു പോലും അല്ലാഹു നമുക്ക് തരുമായിരുന്നില്ല. അതിനൊന്നും നമ്മൾ അർഹരല്ല. പക്ഷേ കാരുണ്യവാനായ അല്ലാഹു ഇതൊക്കെ നമുക്ക് തരുന്നു. ചില ആളുകളുടെ നന്മയുടെ പേരിൽ, അല്ലാഹുവിന്റെ കരുണയുടെ പേരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സന്ദർഭത്തിൽ പറഞ്ഞു, ലൗലാ ശുയൂഖുർ റുക്ക വസിബിയാനുർ റുല്ല വൽ ബഹായിമു റുത്ത ലസുബ്ബ അലൈക്കുമുൽ അദാബു സബ്ബ. ലൗലാ ശുയൂഖുർ റുക്ക, നിങ്ങളുടെ കൂട്ടത്തിൽ വാർദ്ധക്യത്തിലായിട്ട് എപ്പോഴും റുക്അ ചെയ്ത് നിൽക്കുന്ന, കുനിഞ്ഞു പോയ, നേരെ നിൽക്കാൻ പോലും പറ്റാത്ത പടുകളവന്മാരായ ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഇല്ലായിരുന്നെങ്കിൽ, വസിബിയാനുർ റുല്ല, മുലകുടി മാറാത്ത പാല് കുടിച്ച് ജീവിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ നിങ്ങളോടൊപ്പം ഇല്ലായിരുന്നെങ്കിൽ, വൽ ബഹായിമു റുത്ത,
മേഞ്ഞു നടക്കുന്ന കന്നുകാലികൾ നിങ്ങൾക്കിടയിൽ ജീവിക്കുമായിരുന്നില്ല എങ്കിൽ ലസുബ്ബ അലൈക്കുമുൽ അദാബു സബ്ബ, പറയാൻ പോലും പറ്റാത്ത അതികഠിനമായ ശിക്ഷകൾ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഇറങ്ങുമായിരുന്നു. പക്ഷേ ഇവരെ ഓർത്തിട്ടാണ് അള്ളാഹു നിങ്ങളെ വെറുതെ വിടുന്നത്. അതുകൊണ്ട് നമ്മുടെ തെറ്റുകളുടെ പേരിൽ, എല്ലാ തെറ്റുകളുടെ പേരിലും അള്ളാഹു നമ്മളെ പിടിച്ചിട്ടില്ല. അതുകൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ അഹങ്കാരം കാണിക്കരുത്. അള്ളാഹുവിനോട് അഹങ്കാരം കാണിച്ച ഒരു സമുദായവും ഈ ലോകത്ത് ജീവിച്ചിരുന്നിട്ടില്ല. ഖുർആനിൽ ഇങ്ങനെ ധാരാളം കഥകൾ, ധാരാളം സംഭവങ്ങൾ പറയുന്നു പടച്ചവനോട് അഹങ്കാരം കാണിച്ച ആളുകളെ കുറിച്ച്. സൗദി അറേബ്യയുടെ സൗദി ജോർഡാൻ ബോർഡറിൽ ഇപ്പോഴും ഒരു സ്ഥലമുണ്ട്, മദാഇൻ സാലിഹ എന്ന് പറഞ്ഞു. മദാഇൻ സാലിഹ എന്ന് പറഞ്ഞ് ഇപ്പോഴും അവിടെ ഒരു മ്യൂസിയം പോലെ അവർ വെച്ചിട്ടുണ്ട്. ഏതാണ്ട് 6000 വർഷം പഴക്കമുള്ള ചരിത്രമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സാലിഹ് നബി അലൈഹിസ്സലാമിന്റെ തന്റെ സമുദായത്തിലേക്ക് അയച്ചു, സമൂദ് ഗോത്രത്തിലേക്ക്. വഇല സമൂദ അഖാഹും സാലിഹ, സാലിഹ് നബിയെ സമൂദ് ഗോത്രത്തിലേക്ക് അയച്ചു. ആ ഗോത്രത്തിലെ ആളുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇത്രയും ശക്തിയും ആരോഗ്യവുമുള്ള ആളുകളെ ഞാൻ ഈ ലോകത്ത് സൃഷ്ടിച്ചിട്ടേയില്ല. അവരവരുടെ കൈകൾ കൊണ്ട് വലിയ വലിയ പാറകളും മലകളും തുരക്കുമായിരുന്നു. അവരുടെ ശക്തിയും അവരുടെ വലിപ്പവും, വലിയ വലിയ പാറകളും വലിയ വലിയ മലകളും അവരുടെ കൈകൾ കൊണ്ട് അവർ തുറന്നിട്ട് വീടുണ്ടാക്കുമായിരുന്നു. ഇപ്പോഴും അവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, അവർ അന്ന് തുറന്നു വെച്ചിരിക്കുന്ന ആ ദ്വാരങ്ങളും ആ വീടുകളും ഒക്കെ ഇപ്പോഴും അവിടെയുണ്ട്. ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പ് സൗദി ഗവൺമെന്റ് അതൊക്കെ മണൽ മൂടി പോയിരുന്നതാണ്, ആ താഴ്വര മുഴുവനും. വീണ്ടും അതെല്ലാം കോടികൾ മുടക്കിയിട്ട് കുഴിച്ചെടുത്ത് ഇപ്പോഴും അവിടെ ഉണ്ട്. ഇവരെന്ത് ചെയ്തു? സാലിഹ് നബി അലൈഹിസ്സലാം അള്ളാഹുവിലേക്ക് പ്രബോധനം ചെയ്യാൻ വേണ്ടി വന്ന സന്ദർഭത്തിൽ പറഞ്ഞു, യാ സാലിഹ്, ഏ സാലിഹേ, ഞങ്ങൾ നിന്നെ കൊണ്ട് വിശ്വസിക്കണമെങ്കിൽ ഞങ്ങൾ കുറെ സിഫത്തുകൾ പറയും, കുറെ ഗുണങ്ങൾ പറയും. ആ ഗുണത്തിലുള്ള ഒട്ടകത്തെ ഈ പാറക്കെട്ടിന്റെ ഇടയിൽ നിന്ന് നീ പുറത്തു കൊണ്ടുവന്നാൽ നിന്നെ കൊണ്ട് ഞങ്ങൾ വിശ്വസിക്കാം. സാലിഹ് നബി അലൈഹിസ്സലാം ദുആ ചെയ്തു അള്ളാഹുവിനോട്. അത്ഭുതം, വലിയ കരിമ്പാറക്കെട്ടിൽ നിന്ന് ഒട്ടകം പുറത്തേക്ക് വന്നു. പുറത്തേക്ക് വന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഹാദിഹി നാഖത്തുല്ലാഹി ലക്കും ആയതൻ ഫദറുഹാ തഅകുൽ ഫീ അർദില്ലാഹ്. ഇത് അള്ളാഹുവിന്റെ ഒട്ടകമാണ്, നിങ്ങൾക്ക് ദൃഷ്ടാന്തമായി അള്ളാഹു നിയോഗിച്ച ഒട്ടകമാണ്. ഈ ഒട്ടകത്തെ നിങ്ങൾ വെറുതെ വിട്ടേക്കണം, ഇതിനെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞു. പക്ഷേ വകാന ഫിൽ മദീനതി 9 റഹ്തി യുഫ്സിദൂന ഫിൽ അർദ്, ആ നാട്ടിൽ 9 ചെറുപ്പക്കാരുണ്ടായിരുന്നു. യുഫ്സിദൂന ഫിൽ അർദ്, അള്ളാഹു പറയുന്നു അവരുടെ പരിപാടി കൊട്ടേഷനായിരുന്നു. അല്ല പറഞ്ഞതാ, വകാന ഫിൽ മദീനതി 9 റഹ്തിൻ യുഫ്സിദൂന ഫിൽ അർദ്, 9 ചെറുപ്പക്കാർ, ഒരു കൊട്ടേഷൻ ടീം ആ നാട്ടിലുണ്ടായിരുന്നു. 9 അംഗങ്ങളുള്ള ഒരു കൊട്ടേഷൻ ടീം. ഈ കൊട്ടേഷൻ ടീമിന്റെ നേതാവ് എന്ത് ചെയ്തു? ആ നാട്ടിലെ ഒരു വേശ്യയായ പെണ്ണ് ഈ കൊട്ടേഷൻ ടീമിന്റെ നേതാവിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, സാലിഹിന്റെ ഒട്ടകത്തെ വധിച്ചു കളയാമെങ്കിൽ നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്തു തരാമെന്ന് ഈ പെണ്ണ് പറയുകയും ആ മനുഷ്യനുമായിട്ട് ശയിക്കുകയും അങ്ങനെ പ്രലോഭനങ്ങളിലൂടെ ആ മനുഷ്യനെ കൊണ്ട് സാലിഹ് നബി അലൈഹിസ്സലാമിന്റെ ഒട്ടകത്തെ വകവരുത്താൻ ഈ 9 ആളുകൾ തീരുമാനിച്ചു. രാത്രിയിൽ സാലിഹ് നബി അലൈഹിസ്സലാമിന്റെ ഒട്ടകത്തെ ഈ മനുഷ്യർ വകവരുത്തി. എന്നിട്ട് പിറ്റേ ദിവസം സാലിഹ് നബിയെയും വകവരുത്താൻ തീരുമാനിച്ചു. അല്ലാഹു പറയുന്നു, വമകറൂ മക്റൻ വമകർനാ മക്റഹും, അവരൊരു തന്ത്രം മെനഞ്ഞു, അവരൊരു പ്ലാൻ തയ്യാറാക്കി എൻ്റെ നബിയായ സാലിഹിനെ വകവരുത്തുവാൻ. പക്ഷേ നാമും ഒരു തന്ത്രമുണ്ടാക്കി. എൻ്റെ തന്ത്രമാണ് മികച്ച തന്ത്രം. സാലിഹ് നബിയുടെ ഒട്ടകത്തെ കൊന്നുകളഞ്ഞു. ഒരു ബുധനാഴ്ച ദിവസമാണ്, ഒരു വ്യാഴാഴ്ച ദിവസമാണ് സാലിഹ് നബിയുടെ ഒട്ടകത്തെ അറുത്തത്. ബുധനാഴ്ച രാത്രിയിൽ വ്യാഴാഴ്ച രാവിലെ സാലിഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇനി നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ? അള്ളാഹുവിനോട് ധിക്കാരമാണ് നിങ്ങൾ കാണിച്ചത്, അതുകൊണ്ട് അള്ളാഹിന്റെ ശിക്ഷയെ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ? 3 ദിവസമാണ് നിങ്ങൾക്ക് ഇനി ആയുസ്സുള്ളത്.
ഹദീസുകളിൽ കാണാൻ സാധിക്കും, വ്യാഴാഴ്ച ദിവസം അവരുടെ മുഖത്തിന്റെ നിറം മാറി, അവരുടെ മുഖത്തിന്റെ നിറം മഞ്ഞ നിറമായി. വെള്ളിയാഴ്ച ദിവസം അവരുടെ മുഖത്തിന്റെ നിറം ചുവന്ന നിറമായി. ശനിയാഴ്ച ദിവസം അവരുടെ മുഖങ്ങളെല്ലാം കറുത്തുപോയി. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന്, ആകാശത്ത് നിന്ന് ഘോരമായ ഒരു ശബ്ദമുണ്ടായി. ഈ ശബ്ദം ഇവരുടെ കാതുകളിലേക്ക് അടിക്കുകയും ഇവരുടെ തലച്ചോറിലേക്ക് ചെല്ലുകയും ഇവര് മുഴുവനും ഒരു താഴ്വരയിൽ ഒരുമിച്ച് കൂടുകയും ആ താഴ്വരയിൽ ഇവരെല്ലാവരും മരിച്ചു വീഴുകയും ചെയ്തു. അള്ളാഹുവിനോട് ധിക്കാരം കാണിച്ചു. അള്ളാഹ് പറഞ്ഞു, ഈ ഒട്ടകം എൻ്റെ ഒട്ടകമാണ്, നിങ്ങൾ ഇതിനെ ഒന്നും ചെയ്യരുത്. ആഹാ, അള്ളാഹ്ക്ക് അങ്ങനെ പറയാൻ എന്ത് അധികാരം? ഞങ്ങളുടെ തന്ന നിയമം പറയുന്നു, ഞങ്ങൾ കാണിച്ചു തരാം. അല്ലേ, നമുക്കുണ്ട് അങ്ങനത്തെ സ്വഭാവം. നമുക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യം അള്ളാഹുവിന്റെ നിയമമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയും, അള്ളാഹ്ക്ക് നിയമം പറയാൻ അധികാരമോ? ഞാൻ കാണിച്ചു തരാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ, എല്ലാവരുടെയും ജീവിതത്തിലുള്ളതാ ഈ പറയുന്ന എൻ്റെ ജീവിതത്തിലടക്കം ചെറിയ ചെറിയ സംഭവങ്ങളായിരിക്കും. അള്ളാഹ് അങ്ങനെ പറഞ്ഞോ? അള്ളാഹ് എന്തിനാ അങ്ങനെ പറഞ്ഞാണ് ചോദിക്കുന്നത്? അല്ലേ, ഇന്ത്യ ഭരിച്ചിരുന്ന മുഗൾ ചക്രവർത്തിമാർ, ഈ മുഗൾ സാമ്രാജ്യത്തിന്റെ ഭരണം ഇന്ത്യയിൽ നിന്ന് അവസാനിക്കാനുള്ള കാരണം, ഷാജഹാൻ ചക്രവർത്തി ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഷാജഹാൻ ചക്രവർത്തിക്ക് പട്ടിടാൻ ഒരു ആഗ്രഹം തോന്നി. അങ്ങനെ ഷാജഹാൻ ചക്രവർത്തി അന്നത്തെ കുറെ ആലിമ്യങ്ങളെ പോയി കണ്ടു. ഇതൊന്ന് ഹലാലാക്കി തരാൻ എന്തെങ്കിലും വഴിയുണ്ടോ, എന്തെങ്കിലും മാർഗമുണ്ടോ? അപ്പൊ ഇന്നത്തെ പോലെ അന്നും കുറെ പണ്ഡിത വേഷധാരികളായ ആളുകൾ ഏത് ഹറാമിനെയും ഹലാലാക്കി കൊടുക്കാൻ, ഏത് ഹറാമിനെയും ജായിസാക്കി കൊടുക്കാൻ ചില ആളുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അവര് കുറെ നിയമമൊക്കെ പറഞ്ഞു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പട്ട് ഹറാമാക്കിയെങ്കിലും യുദ്ധത്തിന്റെ വേളയിൽ പട്ടിടാൻ അനുവാദം കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇന്ത്യയുടെ സർവ്വ സൈന്യാധിപനും രാജാവുമല്ലേ, എപ്പോഴും നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടി വരും, അതുകൊണ്ട് നിങ്ങൾക്ക് അനുവാദമുണ്ട് എന്ന് പറഞ്ഞ് ഷാജഹാൻ ചക്രവർത്തിക്ക് അനുവാദം കൊടുത്തു. ഷാജഹാൻ ചക്രവർത്തി പട്ടും ധരിച്ചുകൊണ്ട് പള്ളിയിലേക്ക് വെള്ളിയാഴ്ച വന്നു. അന്ന് ഡൽഹിയിലെ ജുമാ മസ്ജിദ് ഇമാം മഹാനായ മുല്ലാ ജീവൻ റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ ഖുതുബയ്ക്ക് എഴുന്നേറ്റ് നിന്നിട്ട് ഷാജഹാൻ ചക്രവർത്തി ചെയ്ത ഈ പ്രവൃത്തിയെ വിമർശിക്കുകയും അള്ളാഹു ഹറാമാക്കിയത് ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും ഹറാമാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്തു. ചക്രവർത്തിക്ക് പിടിച്ചില്ല. കൊട്ടാരത്തിൽ വന്നു, പട്ടാളക്കാരെ അയച്ചു, ഇമാമിൻ്റെ അടുത്ത് പറഞ്ഞേക്കണം, ഞാൻ ഇങ്ങനെ ഫത്വ മേടിച്ചിട്ടാണ്, നമ്മുടെ ഉസ്താദന്മാരുടെ കയ്യിൽ നിന്ന് ഫത്വ മേടിച്ചിട്ടായിട്ട് ചെയ്തത്, അതുകൊണ്ട് ഇനിയും ഇതിനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ നടപടിയെടുക്കുമെന്ന് ഇമാമിനോട് പറയണമെന്ന് ചക്രവർത്തിയായ ഷാജഹാൻ പട്ടാളക്കാരോട് പറഞ്ഞു വിട്ടു. അല്ലേ, നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പള്ളിയുടെ പ്രസിഡന്റ് പലിശയ്ക്ക് കൊടുക്കുന്ന ആളാണെങ്കിൽ പലിശയെക്കുറിച്ച് പള്ളിയിൽ പ്രസംഗിച്ചു കഴിഞ്ഞാൽ ആദ്യം വാണിംഗ് കൊടുക്കും. നമുക്കിഷ്ടമല്ലാത്ത എന്തെങ്കിലും പള്ളിയിൽ പ്രസംഗിച്ചു കഴിഞ്ഞാൽ നമ്മൾ എതിർക്കും, ഉസ്താദിനെ പുറത്താക്കും, ഉസ്താദിനെ എങ്ങനെ ചാടിക്കാമെന്ന് നോക്കും. ഇത് തന്നെ ഷാജഹാൻ ചക്രവർത്തിയും ചെയ്തു, പറഞ്ഞു വിട്ടു. അപ്പൊ ഷാജഹാൻ ചക്രവർത്തിയുടെ മകൻ ഔറംഗസീബ് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം മുല്ലാജീവൻ റഹ്മഹുല്ലയുടെ ദറസിൽ പഠിക്കുന്ന മുതഅല്ലിമാണ്. മുല്ലാജീവൻ റഹ്മഹുല്ലയോട് വന്നിട്ട് ഇങ്ങനൊക്കെ പറഞ്ഞു, ഉസ്താദെ അടുത്ത ആഴ്ച പ്രസംഗത്തിൽ ഒന്നും പറയരുത്, പറഞ്ഞു കഴിഞ്ഞാൽ വാപ്പ പ്രശ്നം ഉണ്ടാക്കും, ഇതെല്ലാം പറഞ്ഞു കൊടുത്തു. പിറ്റേ ദിവസം, പിറ്റേ വെള്ളിയാഴ്ച ജുമായുടെ സമയത്ത് മുല്ലാജീവൻ റഹ്മത്തുള്ളാഹി അലൈഹി സാധാരണ ജുമായ്ക്ക് ഇടുന്ന ഖമീസും തലപ്പാവും ഒന്നും ധരിക്കാതെ വെറും 2 വസ്ത്രം, ഒരു മുണ്ടുമുടുത്ത്, ഒരു മേൽത്തട്ടവും ധരിച്ചുകൊണ്ട് മുല്ലാജീവൻ റഹ്മത്തുള്ളാഹി അലൈഹി മിഹ്റാബിലേക്ക്, പള്ളിയുടെ മിഹ്റാബിലേക്ക് കയറി നിന്നു. പട്ടും ധരിച്ചുകൊണ്ട് രാജ്യത്തിന്റെ ചക്രവർത്തിയായ ഷാജഹാൻ പള്ളിയിൽ ജുമാ നമസ്കരിക്കാൻ വേണ്ടി ഫ്രണ്ട് സഫിൽ വന്നിരിക്കുന്നു. മുല്ലാജീവൻ റഹ്മത്തുള്ളാഹി അലൈഹി മിഹ്റാബിലേക്ക് കയറി നിന്നിട്ട് തന്റെ മേൽത്തട്ടത്തിന്റെ ഇടയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന 2 സാധനം എടുത്തു. ഒരു കയ്യിൽ പട്ടും ഒരു കയ്യിൽ സ്വർണവും. എന്നിട്ട് പറഞ്ഞു, ഇന്ന ഹാദൈനി ഹറാമുൻ അലാ ദുകൂരി ഉമ്മത്തി. 1400 വർഷങ്ങൾക്ക് മുമ്പ് മസ്ജിദ് നബവിയുടെ മിഹ്റാബിൽ വെച്ച്, മദീന പള്ളിയുടെ മിമ്പറിൽ വെച്ച് അല്ലാഹുവിന്റെ റസൂൽ ഇതേപോലെ പള്ളിയിലേക്ക് പട്ടും സ്വർണവുമായി വന്നിട്ട്, ഇന്ന ഹാദൈനി ഹറാമുൻ അലാ ദുകൂരി
ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിലെ പുരുഷന്മാർക്ക് ഇത് രണ്ടും ഹറാമാണെന്ന് അള്ളാഹുവിന്റെ റസൂൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 1400 വർഷങ്ങൾക്ക് ശേഷവും ആ പ്രഖ്യാപനം, ആ ഹറാം ഇന്നും നിലകൊള്ളുന്നു. അതുകൊണ്ട് രാജാവെന്നല്ല, ലോകത്തെ ഏത് മഖ്ലൂക്കാണെങ്കിലും അള്ളാഹുവിന്റെ നിയമം പറയേണ്ടതുപോലെ പറയണം. ഹറാമാണെന്ന് പറഞ്ഞു. ഷാജഹാൻ ചക്രവർത്തി എന്ത് ചെയ്തു? പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. എന്നിട്ട് ഇന്നത്തെ മാതിരി ഉസ്താദിന് പള്ളിയിൽ നിന്ന് കത്ത് കൊടുത്ത് പുറത്താക്കുന്നത് പോലെ അല്ല. ഇന്ന് പ്രസിഡന്റിനെതിരെ അല്ലെങ്കിൽ സെക്രട്ടറിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കത്ത് കൊടുക്കും. പക്ഷെ ഇത് പ്രസിഡന്റ് സെക്രട്ടറി അല്ല, രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്, ഖലീഫയാണ്. ഇപ്പൊ ഇന്നത്തെ നമ്മുടെ പ്രസിഡന്റിനും സെക്രട്ടറിക്കും ഒക്കെ ആ ഒരു അധികാരം കൂടെ കൊടുത്താൽ നല്ല രസമായിരിക്കും. രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്. മുല്ലാജിബിൻ റഹ്മത്തുള്ളാഹി അലൈഹി പിടിക്കാനും വധിച്ചു കളയാനും ഉത്തരവിട്ടു. ഔറംഗസീബ് റഹ്മത്തുള്ളാഹി അലൈഹി വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ, അങ്ങ് ഇവിടെ നിന്ന് മാറണം, രക്ഷപ്പെടണം. എൻ്റെ ഉപ്പ അങ്ങയെ വധിച്ചു കളയാൻ വേണ്ടി ഓർഡർ ഇട്ടിരിക്കുകയാണ്, അതുകൊണ്ട് അങ്ങ് രക്ഷപ്പെടണം. മുല്ലാജിബിൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഒതുവെടുക്കുന്ന തന്റെ പാത്രം എടുപ്പിച്ചു. ഒതുവെടുത്തിട്ട് മുസല്ല വിരിച്ചു, 2 റക്അത്ത് നമസ്കരിച്ചു, ദുആ ചെയ്തു. ഔറംഗസീബ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഉസ്താദ് അള്ളാഹിനോട് പറഞ്ഞത് എന്താണെന്ന് എനിക്കറിയാം. എൻ്റെ ഉപ്പാക്കെതിരെ ഉസ്താദ് ദുആ ചെയ്യരുതെന്ന് പറഞ്ഞു. മുല്ലാജിബൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, മോനെ, അള്ളാഹിനോട് പറയേണ്ടത് ഞാൻ പറഞ്ഞുപോയി, ഞാൻ അള്ളാഹടുത്ത് പറഞ്ഞുപോയി. ഈ അധികാരം അള്ളാഹു നശിപ്പിച്ച് കളയും. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്റെ കാലഘട്ടം കഴിയുന്നത് വരെ ഈ അധികാരം അള്ളാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തും. പിന്നീട് നടന്ന ചരിത്രമൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ഷാജഹാൻ ചക്രവർത്തിയെ തടവിലാക്കുന്നു. ഔറംഗസീബ് റഹ്മത്തുള്ളാഹി അലൈഹി അധികാരിയായിട്ട് കയറുന്നു. അദ്ദേഹത്തിന്റെ അധികാരം കഴിഞ്ഞതോടുകൂടി ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരികയും ഇന്ത്യയുടെ ഭരണാധികാരം പിടിച്ചെടുക്കുകയും ചെയ്തു. എന്തിന്റെ പേരിൽ? അള്ളാഹുവിന്റെ ദീനിന്റെ നിയമത്തെ പറഞ്ഞപ്പോൾ ദീനിന്റെ നിയമത്തെ ചോദ്യം ചെയ്യുകയും അള്ളാഹിനെ വെല്ലുവിളിക്കുകയും ചെയ്തു. എന്താണെങ്കിലും സാലിഹ് നബി അലൈഹിസ്സലാമിന്റെ ജനതയ്ക്ക് ശിക്ഷ ഇറങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ ശിക്ഷ ഇറങ്ങുന്ന സന്ദർഭത്തിൽ ആ നാട്ടിലുണ്ടായിരുന്ന ഒരു മനുഷ്യൻ, ആ നാട്ടിൽ നിന്ന് യാത്ര ചെയ്ത് മക്കയിലേക്ക് വന്നു. ഇപ്പൊ മക്ക ഹറമാണ്, പവിത്രമായ ഭൂമിയാണ്. മക്കയിൽ അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങുകയില്ല. ഈ മനുഷ്യൻ മദായിൻ സാലിഹിൽ നിന്ന് മക്കയിൽ എന്തോ ആവശ്യത്തിന് വേണ്ടി വന്നു. പക്ഷെ ഈ മനുഷ്യൻ സാലിഹ് നബിയെ എതിർത്ത ആളായിരുന്നു, ശിക്ഷയ്ക്ക് അർഹതപ്പെട്ട ആളായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മനുഷ്യൻ മക്കയിൽ നിന്ന് വെളിയിൽ ഇറങ്ങുന്നത് വരെ ശിക്ഷ പിടിച്ചു വെച്ചു. മക്കയിൽ നിന്ന് വെളിയിൽ ഇറങ്ങി, ഹറമിന്റെ വെളിയിൽ ഇറങ്ങി തായിഫിലെത്തിയ സന്ദർഭത്തിൽ ശിക്ഷ ഇറങ്ങുകയും ഈ മനുഷ്യനും ആ ഭൂമിയിൽ വെച്ച് ഘോരമായ ശബ്ദം വരികയും ഈ മനുഷ്യന് മരണപ്പെടുകയും ചെയ്തു. ഈ സംഭവം നടന്ന് ഏകദേശം 5000 വർഷത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തായിഫിലൂടെ നടന്നു പോകുന്നു. ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ വരുന്നു, തായിഫിലൂടെ നബിതങ്ങൾ നടന്നു പോകുന്നു. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സ്ഥലം ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഈ സ്ഥലത്താണ് ആ മനുഷ്യന് ശിക്ഷ ഇറങ്ങിയത്. ആ മനുഷ്യൻ അഹങ്കാരിയായിരുന്നു. അവന്റെ കയ്യിൽ എപ്പോഴും സ്വർണത്തിന്റെ ഒരു വടിയും പിടിച്ചുകൊണ്ടായിരുന്നു നടന്നിരുന്നത്. അവന്റെ സ്വർണത്തിന്റെ വടിയോടുകൂടി ഈ ഭൂമിയിലേക്ക് അവനെ ആഴ്ത്തപ്പെട്ടു. നിങ്ങൾ ഇവിടെ കുഴിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവന്റെ സ്വർണത്തിന്റെ വടി ഇപ്പോഴും കിട്ടുമെന്ന് സഹാബാക്കളോട് പറയുകയും സഹാബാക്കൾ കുഴിച്ചു നോക്കിയപ്പോൾ സ്വർണത്തിന്റെ വടി കിട്ടിയതായിട്ടും ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ വരുന്നുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് ആദ്യം മനസ്സിലാക്കേണ്ടത്, ലോകത്ത് അള്ളാഹു വിചാരിക്കാതെ ഒന്നും ഈ ലോകത്ത് നടക്കുകയില്ല. അള്ളാഹുവിനേക്കാൾ ശക്തിയുള്ള ഒന്നും ഈ ലോകത്തില്ല. അള്ളാഹുവിനെ എതിർക്കാൻ ആരെ കൊണ്ടും സാധിക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കി ഭാഗം വരുന്ന ആഴ്ച നമുക്ക് പറയാം. അള്ളാഹുവിനെ എതിർക്കാൻ ലോകത്ത് ആർക്കും സാധിക്കുകയില്ല. അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, വഅലം അന്നൽ ഉമ്മത ലവിജ്തമഉ അലാ അൻ യൻഫഉക ബിശൈഇൻ ലം യൻഫഉക ബിശൈഇൻ ഇല്ലാ മാ ഖദ്ദറല്ലാഹു ലക്. അല്ലാഹു ഉദ്ദേശിക്കാതെ ഈ ലോകത്ത് ഒന്നും നടക്കുകയില്ല എന്നുള്ള വിശ്വാസം ഞാനും നിങ്ങളുടെയും എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ ഉണ്ടാകണം. ഹൃദയത്തിൽ ഉണ്ടായാൽ ബാക്കി അമാലുകൾ നമുക്ക് എളുപ്പമായി തീരും. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കി ഭാഗം
വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യം മനസ്സിലാക്കാൻ ഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعترته بعدد كل معلوم لك يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد ولك الشكر حتى ترضى. اللهم صل على محمد وعترته بعدد كل معلوم لك ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم إنا نسألك علما نافعا ورزقا واسعا حلالا طيبا وشفاء من كل داء وعمرا في طاعتك طويلا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم.